നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീതഗുണാകരാ സുമനസാമഗ്രേ സരശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണതപ്രജ്ഞപ്രകൃഷ്ടചയ നാനാശാസ്ത്രവിശാരദാ പ്രണിപതൽഭക്തവ്രതൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാ സ്വസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാം ഹസ്തേനൈകേന പദ്മം ചിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ജാനന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യ യദോന്വയാലിതരതച്ഛാത്വേഷ്വഭിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്തൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷാധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തുശിപദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ പ്രകൃതിഭിः ശുശ്രൂഷുഭിः തൽക്ഷണാൽ. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയൽ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹ കാതര ആജുഹാവാ പുത്രേതി തന്മയതയാദരവോഭിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖില ശ്രുതിസാരമേകമദ്യാത്മദീപമതിഥിതീർത്ഥതാന്തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരുമുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതസ്ത്വന്വന്തി ദിവ്യൈസ്തവൈർവേദൈः സാംഗപദക്രമോപനിഷदैर्गायन्ति യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യन्ति യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ.
കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതേർമഹദ്ഭിജയിമാ പുരോ വിഭുർനിർമായ ചേതേതമോഷു പുരുഷാഭുക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സ്വരംകൃഷിഷ്ട ഭഗവാൻ ഭജാംസി മേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായിട്ടുള്ള നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം നമ്മൾ 90 ദിവസങ്ങളിലായിട്ട് നടത്തുന്ന ആ ജ്ഞാനയജ്ഞത്തില് ഇന്നത്തെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം 47ാമത്തെ അധ്യായത്തെ അധികരിച്ചിട്ടാണ്. ഉദ്ധവരും ഗോപസ്ത്രീകളും തമ്മിലുള്ള സംവാദവും അതുപോലെ തന്നെ ഭ്രമരഗീതം, കംസന്റെ മടക്കയാത്ര തുടങ്ങിയുള്ളതൊക്കെയാണ് നമുക്ക് അനുസ്മരിക്കേണ്ടതായിട്ടുള്ള വിഷയം. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഉദ്ധവര് ആ ഗോകുലത്തിലേക്ക് പോയി ആ ഗോകുലത്തിലെത്തിയിട്ടുള്ളതായിട്ടുള്ള ഉദ്ധവർക്ക് വളരെ മനസ്സിന് സന്തോഷം ജനിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ ഗോകുലത്തിലുണ്ടായിട്ടുള്ള അന്തരീക്ഷം. അതായത് ഗോകുലത്തിലെ പശുസമ്പത്ത് എന്നാണ്. അത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ മനസ്സിന് കുളിർമ തോന്നി. അതുപോലെ ഓരോ വീടുകളിലും ഭദ്രദീപമൊക്കെ കത്തിച്ചു വെച്ച് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങള്, ഭഗവാന്റെ ലീലകളെ ഇങ്ങനെ ഉച്ചത്തില് പാടിക്കൊണ്ട് അത് 3 ലോകത്തെയും പവിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു ഗൃഹസ്ഥൻ ഏതേത് സൽക്കർമ്മങ്ങളാണ് അനുഷ്ഠിക്കേണ്ടത്, ഏതേത് ധർമ്മങ്ങളെയാണ് അനുഷ്ഠിക്കേണ്ടത്, ആ സൽക്കർമ്മങ്ങളും ധർമ്മമൊക്കെ അനുഷ്ഠിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള ആ ഗോപന്മാര്. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന് വളരെ ഹൃദയത്തിന് ആനന്ദത്തെ ഉണ്ടാക്കിയെന്നാണ്. ഏതായാലും ഉദ്ധവന്റെ വരവ് ആ ഗോപസ്ത്രീകൾ ആരും അറിഞ്ഞിരുന്നില്ല. നന്ദഗോപരുടെ വീട്ടിലേക്ക് കയറിപ്പോയി. നന്ദഗോപര് സാക്ഷാൽ വാസുദേവൻ എന്ന നിലയിൽ തന്നെയാണ് ഉദ്ധവനെ കണ്ടിട്ട് വേണ്ടതുപോലെ പൂജിച്ച് പൂജിച്ച് ആ ആതിഥ്യ മര്യാദകളൊക്കെ ചെയ്തത്. അതിനുശേഷം പിന്നെ കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്യുകയാണ്. പൊതുവെ 1-2 വാക്കുകൾ പൊതുവെ പറഞ്ഞതിന് ശേഷം പിന്നെ ചോദിക്കുന്നതൊക്കെ നന്ദഗോപര് കൃഷ്ണനെ കുറിച്ചാണ്. നന്ദഗോപര് കൃഷ്ണന്റെ ആ ഭാവങ്ങളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് മനസ്സ് അദ്ദേഹത്തിന്റെ കൃഷ്ണനിൽ ഉറക്കിയ ആ മനസ്സ് കൃഷ്ണനിൽ ഉറച്ചതോടുകൂടി ഒറ്റ കാര്യമാണ് ഇപ്പൊ ഉദ്ധവന് ബോധ്യമായത് നന്ദഗോപരുടെ വാക്കിൽ നിന്ന്. ശ്രീകൃഷ്ണനെ കുറിച്ച് ഓർത്തോർത്തോർത്ത് ഞങ്ങളെ വീട്ടുകാര്യങ്ങളൊക്കെ മറക്കണമെന്നാണ്. ഇതാണ് ശരിക്ക് ആ ലൗകികമായിട്ടുള്ള എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കലാണ്. ഈശ്വരനിൽ എത്തുന്നത് വരെ നമുക്ക് ഈ കർമ്മങ്ങളുടെയൊക്കെ ആവശ്യമുള്ളൂ. ഈശ്വര സാക്ഷാത്കാരമാകുന്ന ആ നിലയിൽ എത്തിക്കഴിഞ്ഞാൽ, ഈശ്വരനെ തന്നിൽ താനായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈശ്വരനിൽ നിർവ്യാജമായിട്ടുള്ള ഉപാധി ഇല്ലാത്ത ആ നിഷ്കാമമായിട്ടുള്ള ഭക്തി വളർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കർമ്മങ്ങളെയും ഉപേക്ഷിക്കാം എന്നാണ്. അതായത് നമുക്ക് യാത്രയുടെ ആവശ്യത്തിലാണ് വണ്ടി, അതായത് നിർദ്ദേശിച്ചതായിട്ട് ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വണ്ടി വേണ്ട. ഒരു മീതേക്ക് കയറണമെങ്കിൽ കോണി വേണം. ആ മുകളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കോണിയുടെ ആവശ്യമില്ലല്ലോ. അതുപോലെ സമുദ്രം, ആ പുഴ കടക്കാനായിട്ട് തോണിയുടെ ആവശ്യമുണ്ട്. പുഴ കടന്ന് അക്കരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തോണിയെ കൊണ്ട് നടക്കാറില്ല. ഇതുപോലെ എല്ലാ അതായത് കർമ്മങ്ങളുടെയും ലക്ഷ്യം ഈശ്വരപ്രാപ്തിയാണ്. അവിടെ എത്തിയ പിന്നെ കർമ്മങ്ങളൊക്കെ ഉപേക്ഷിക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു അനുഭവമാണ് നന്ദഗോപർക്കും കൂട്ടർക്കും അല്ലെങ്കിൽ ഗോപസ്ത്രീകൾക്കും യശോദാദി ദേവിമാർക്കും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. കൃഷ്ണനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സ് കൃഷ്ണനിൽ ഉറക്കിയ, മനസ്സ് കൃഷ്ണനിൽ ഉറച്ചാലോ പിന്നെ ബാഹ്യ പ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ മനസ്സ് ഈ ലോക വ്യാപാരത്തിലാണ് എപ്പോഴും നിൽക്കുന്നത്. ആ ലോക വ്യാപാരത്തിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന മനസ്സിനെ എന്താ ലോക വ്യാപാരത്തിൽ മനസ്സലഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള സ്വഭാവം എപ്പോഴും നമുക്ക് ടെൻഷനാണ് അല്ലെങ്കിൽ ദുഃഖമാണ്.
അപ്പൊ അതിനെ പതുക്കെ പതുക്കെ ആ ലോക വ്യവഹാരത്തിൽ നിന്ന് പിന്തിരിച്ച് ശ്രീകൃഷ്ണനിൽ ഉറപ്പിക്കണം, ഭഗവാനിൽ ഉറപ്പിക്കണം. ആ മനസ്സ് ഭഗവാനിൽ ഉറക്കൽ തന്നെയാണ് ഈ സ്കന്ധത്തിന്റെ ലക്ഷണമായിട്ടുള്ള നിരോധം. ആ സ്കന്ധലക്ഷണം ശരിക്കും പൂർണ്ണമായിട്ട് അനുഭവിക്കണമെങ്കിൽ ഈ ഗോപികളുടെ അല്ലെങ്കിൽ നന്ദഗോപരുടെയും ഗോപികളുടെയും നില നമുക്ക് മനസ്സിലാക്കിയാൽ അറിയും. ശരിക്കും മറ്റുള്ളതിനെയൊക്കെ അവരെ വിട്ടു എന്നാണ്. ആ മനസ്സ് പൂർണ്ണമായിട്ട് ഈശ്വരനിൽ ഉറക്കിയ ആ സമയത്ത് ഉണ്ടാകുന്ന അനുഭവമാണ് ശരിക്കും നിരോധം. ആനന്ദ സമുദ്രത്തിൽ മനസ്സാറാടുക. അപ്പൊ ഈ നിലയാണ് ഇപ്പോ ഉദ്ധവന് ശരിക്കും ബോധ്യായത്. ആ യശോദയുടെ നിഷ്കാമമായിട്ടുള്ള ഭാവം, യശോദാദേവി നന്ദഗോപര് ശ്രീകൃഷ്ണ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്ന സമയത്ത് അത് കേട്ട് കണ്ണീരൊഴുക്കുകയാണ് എന്നാണ്. ആ കണ്ണീരൊഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും പറയാൻ പോലും പറ്റണില്ല എന്നാണ്. വാക്കുകൾ അവിടെ ഇല്ല, വാക്കുകളൊന്നും കിട്ടുന്നില്ല എന്നാണ്. കുറച്ചു കഴിഞ്ഞപ്പോ നന്ദഗോപർക്കും ആ നിലയെത്തി. നന്ദഗോപർക്കും വാക്കുകളൊന്നും കിട്ടാതിരുന്നപ്പോ തൊണ്ടയടറി അദ്ദേഹം നിർത്തുകയാണ്. അപ്പോഴാണ് ആ യശോദാനന്ദന്മാരെ ഒന്ന് ശ്ലാഘിക്കുകയാണ് ആ അതായത് ഉദ്ധവൻ. അറിഞ്ഞോ, മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത് നിങ്ങൾ സാധിച്ചു. ഭഗവാനിൽ ഇങ്ങനെയുള്ള പരമപ്രേമം ഉണ്ടാകുക. അങ്ങനെ ഭഗവാനിൽ മനസ്സുറച്ച ആൾക്ക് പിന്നെ ഒരനുഷ്ഠാനത്തിന്റെയും ആവശ്യമില്ല. ഏതായാലും നിങ്ങൾ കരയാൻ പാടില്ല, നിങ്ങൾ ശരിക്കും സന്തോഷിക്കേണ്ട ആളുകളാണ്. എന്താണ് കാരണം? ഭഗവാനിൽ ഈ തരത്തിൽ മനസ്സുറക്കുക എന്നുള്ളത് എളുപ്പത്തിലുള്ള പരിപാടിയല്ല. ഈ മനസ്സ് എന്ന് വെച്ചാൽ തന്നെ അതിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെയുള്ള മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടേണ്ടത് നേടി, അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് നമ്മൾ എത്തി. അതാണ് ഇപ്പൊ നിങ്ങളുടെയൊക്കെ അവസ്ഥ. പിന്നെ ആ കൃഷ്ണന്റെ പരമാത്മ തത്വത്തെ കുറിച്ച് അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് യശോദയോടും നന്ദഗോപരോടും ഒക്കെ. കാരണം ഭഗവാനാണ് ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളായിട്ട് ഇരിക്കുന്നത്. ആ പ്രപഞ്ചത്തിന്റെ നിമിത്ത കാരണമായിട്ടും ഉപാദാന കാരണമായിട്ട് ഇരിക്കുന്നത് ഭഗവാനല്ലാണ്ട് വേറെ ആരുമല്ല. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമ്മളിലൊക്കെ നമ്മളായിട്ട് നമ്മുടെ ഉള്ളിൽ ചൈതന്യ സ്വരൂപേണ വിളങ്ങുന്ന ആള് ഭഗവാനാണ്. ഇന്ദ്രിയങ്ങളായിട്ടും മനസ്സായിട്ടും ബുദ്ധിയായിട്ടും ഒക്കെ ഒരേ ഭാവത്തിൽ വിളങ്ങണു ഭഗവാൻ ഓരോ പ്രകാരത്തില്. അപ്പൊ അങ്ങനെയുള്ള കൃഷ്ണൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. കൃഷ്ണന് പ്രിയപ്പെട്ടവരായിട്ടോ അപ്രിയനായിട്ടോ ആരുമില്ല. പക്ഷെ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് കൃഷ്ണൻ. അപ്പൊ ആ കൃഷ്ണനെ നമ്മള് വേണ്ട വിധത്തിൽ മനസ്സിലാക്കുക. കൃഷ്ണനിൽ നിന്ന് അന്യമായിട്ട് പ്രപഞ്ചത്തിൽ ഒന്നും ഇല്ല എന്ന തത്വത്തെ നമ്മൾക്ക് മനസ്സിലാക്കണം എന്നാണ്. കാരണം കൃഷ്ണനാര ലോകത്തിന്റെ തന്നെ അച്ഛനമ്മമാര്, അതായത് മാതാപിതാക്കളായിട്ടുള്ള ആളുകൾ ഭാവമാണ് കൃഷ്ണന്റെ. അപ്പോ ആ കൃഷ്ണൻ ശരിക്കും ശരീരത്തോട് കൂടിയ ആളല്ല, നിർഗുണനാണ്. അപ്പൊ ഈ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വ്യാപാരങ്ങളോ കർമ്മങ്ങളോ കർത്തവ്യങ്ങളോ ഒന്നും കൃഷ്ണനെ സംബന്ധിച്ചില്ല. കൃഷ്ണൻ ആത്മാവായതുകൊണ്ട് ഈ ആത്മാവായിട്ടുള്ള കൃഷ്ണൻ എല്ലാവരുടെയും അന്തര്യാമിയായിട്ട് വിളങ്ങുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരീരഭാവത്തിലല്ല കൃഷ്ണനെ കാണേണ്ടത്, അന്തര്യാമിയായിട്ട് വിളങ്ങുന്ന ആത്മഭാവത്തിൽ കാണുകയാണെങ്കിൽ കൃഷ്ണൻ നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കണില്ല എന്ന തത്വം നമുക്ക് ബോധിക്കാനായിക്കൊണ്ട് കഴിയും എന്ന് പറഞ്ഞ് ആ കൃഷ്ണന്റെ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കോഴി കൂകി എന്നാണ്. കാരണം അതായത് അവരന്ന് ബ്രഹ്മരാത്രിയായിട്ട് കൃഷ്ണന്റെ വർത്തമാനം പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല എന്നാണ്. അതാണ് മനസ്സ് ആ മറ്റു വിഷയങ്ങളിൽ നിന്നൊക്കെ പിൻവലിച്ചിട്ട് ഭഗവാനിൽ ഉറച്ചാൽ പിന്നെ കാലമോ ദേശമോ അതൊന്നും നമുക്ക് ബാധിക്കില്ല. നമ്മളെല്ലാം മറക്കുന്നതാണ്. അപ്പൊ അന്ന് ശരിക്കും ആ രാത്രി മുഴുവൻ കൃഷ്ണന്റെ വിശേഷങ്ങൾ പറഞ്ഞ ഒരു സത്സംഗം, ആ കൃഷ്ണന്റെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ കൃഷ്ണൻ കുട്ടിക്കാലത്ത് ഇവിടെ ചെയ്ത ലീലകളെയൊക്കെ നന്ദഗോപരും യശോദയും പറഞ്ഞു കൊടുക്കുക ഉദ്ധവൻ അത് കേൾക്കുക. അപ്പൊ ഉദ്ധവൻ കൃഷ്ണന്റെ മാഹാത്മ്യത്തെ കുറിച്ച് വർണ്ണിക്കുക, ആ പ്രഭാവത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ആ സത്സംഗത്തില് സമയം പോയത് അറിഞ്ഞില്ല, കോഴി കൂകി. അപ്പോഴാണ് പുലർച്ചെ, അതായത് നേരം പ്രഭാതമായി എന്ന് തോന്നിയത്. അപ്പൊ നന്ദഗോപരോട് അനുമതിയും മേടിച്ച് കുടിയും സന്ധ്യാവന്ദനത്തിനുമായിട്ട് അദ്ദേഹം ആ കാളിന്തിയിലേക്ക് പോവുകയാണ്. ഈ സന്ദർഭത്തിലാണ് നമ്മൾ ഇന്നലെ നെറ്റിന്റെ കുറച്ചൊരു പ്രോബ്ലം വന്നതുകൊണ്ട് നമുക്കതിന് വേണ്ടതുപോലെ ഒന്നും ആ പ്രഭാഷണത്തെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ശരിക്കും പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ അത് അവിടെ ബ്ലോക്ക് ആയത് ഞാൻ അറിഞ്ഞില്ല. പിന്നെ പരമേശ്വർജി എന്നെ വിളിച്ചിട്ടാണ് ഞാനത് അറിയുന്നത്. ഇങ്ങനെ നെറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ട്, അത് തകരാറുണ്ട്. പിന്നെ കയറാൻ ശ്രമിച്ചിട്ട് കയറാൻ പറ്റിയതുമില്ല. അപ്പോഴാണ് ആ കഴിഞ്ഞ ദിവസം അതായത് ഉദ്ധവര് ആ കാളിന്തിയിലേക്ക് കുളിയും സന്ധ്യാവന്ദനത്തിനായിട്ട് പോവുകയാണ് എന്നാണ്.
അപ്പോ അങ്ങനെ ആ കുളിയും സന്ധ്യാവന്ദനത്തിനായിട്ട് അവിടെ ചെന്ന് കാളിന്തിയിൽ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഗോപസ്ത്രീകളാണെന്ന് വെച്ചാലോ ശരിക്കും അവര് തൈര് രാവിലെ എണീറ്റ് വിളക്കൊക്കെ കൊളുത്തി വെച്ച് ആ തൈര് കലക്കാനായിക്കൊണ്ട് തുടങ്ങി. കൃഷ്ണന്റെ മാഹാത്മ്യങ്ങളെ ഉച്ചത്തില് ഗാനം കീർത്തിച്ചുകൊണ്ടാണ് അവർ തൈര് കലക്കുന്നത്. ആ ശബ്ദം ആ അന്തരീക്ഷത്തെ മുഴുവൻ പവിത്രീകരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ അവര് തൈര് കലക്കലൊക്കെ കഴിഞ്ഞ ശേഷം നന്ദഗോപന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് നോക്കുകയാണ്. സാധാരണ എല്ലാ ദിവസവും രാവിലെ അവർക്കൊരു പതിവുണ്ട്. അവരുടെ ആ വീട്ടിലെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നന്ദഗോപന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് നോക്കും. എന്തിനാ? അതായത് അക്രൂരന്റെ കൂടെ ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ നിന്ന് മധുരയിലേക്ക് പോയ സമയത്ത് ഒരു ഗോപബാലനെ അയച്ചിട്ട് പറഞ്ഞു ഞാൻ വരാം എന്ന്. അപ്പൊ കൃഷ്ണൻ വന്നിട്ടുണ്ടോ എന്നുള്ള ആ ആകാംക്ഷയോട് കൂടിയിട്ടാണ് അവർ എല്ലാ ദിവസവും നന്ദഗോപരുടെ വീട്ടിന്റെ മുമ്പിലേക്ക് നോക്കുന്നത്. അന്ന് നോക്കിയപ്പോ ശരിക്ക് സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ള ഒരു തേര് സൂര്യപ്രകാശത്തിന്റെ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് കണ്ടു നന്ദഗോപന്റെ വീട്ടിന്റെ മുമ്പില്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് മധുരയിലെ തേരാണ്. അപ്പൊ ഈ തേരിൽ ആരോ വന്നിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. പണ്ടതുപോലെ ആ അക്രൂരൻ ഈ തേരുമായിട്ട് വന്നിട്ടാണ് അവർക്ക് അവരുടെ കണ്ണിന്റെ കണ്ണായിട്ടുള്ള കൃഷ്ണനെ നഷ്ടപ്പെട്ടത്. അപ്പൊ കൃഷ്ണനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ അക്രൂരൻ വീണ്ടും വന്നിട്ടുണ്ടാവും. എന്തിനാ? അതായത് ആ കംസന്റെ അതായത് അന്ത്യക്രിയകൾ, അതായത് അന്ത്യേഷ്ടി കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വല്ല ബലിയോ മറ്റു ചടങ്ങുകൾക്കൊക്കെ നമ്മുടെ രക്തമോ മാംസമോ ഒക്കെ ആവശ്യമുണ്ടാവും. അത് അന്വേഷിക്കാനായിട്ട് വന്നതായിരിക്കും, നമ്മളെ കൊണ്ടുപോകാൻ വന്നതാണോ? അങ്ങനെ ഓരോ തരത്തിലുള്ള പരിഭവവും അവര് വിചാരിച്ചിട്ട് നേരെ ആ തേരിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ദൂരെ നിന്ന് കുളിയും സന്ധ്യാവന്ദനങ്ങളും കഴിഞ്ഞു വരുന്ന നമ്മുടെ ഉദ്ധവനെ കാണുന്നത്. ഉദ്ധവനെ ദൂരെ നിന്ന് കണ്ട കൃഷ്ണനെ പോലെ തന്നെ മനസ്സിലാക്കുള്ളൂ. എന്താ കാരണം? കൃഷ്ണന്റെ കൂടെ തന്നെ നടക്കുകയാണല്ലോ. മനസ്സ് എപ്പോഴും കൃഷ്ണനെ തന്നെയാണ്. എപ്പോഴും ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉദ്ധവൻ എന്നിൽ വെച്ച് ഒട്ടും താഴെയല്ല. പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുണ്ടത്. എന്നിൽ വെച്ച് അണുവിടെ താഴെയുള്ള ആളല്ല ഉദ്ധവൻ എന്നാണ്. അപ്പൊ ഭഗവാന്റെ കൂടെ നടന്ന് ഭഗവാനെ പോലുള്ള എല്ലാ ആ ഭാവങ്ങളും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട ഉദ്ധവന് ഭഗവാന്റെ നിർമാല്യാണ് എടുത്ത് ധരിക്കുക. ഭഗവാന്റെ മഞ്ഞപ്പെട്ട് അതുപോലെ മനമാല അതൊക്കെ തലേന്ന് ചാർത്തിയത് ഈ മൂപ്പർ എടുത്തു വെക്കും. ഭഗവാന്റെ ഉച്ഛിഷ്ടം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നാണ്. അങ്ങനെ ഭഗവാന്റെ കൂടെ നടന്ന് കുറച്ച് കഴിയുമ്പോഴോ ശരിക്ക് ആ ഭഗവൻ ഭാവത്തിൽ തന്നെ ആയിത്തീരുകയാണ്. അതായത് ഈ വേട്ടാളന്റെ കഥ ഞാൻ ഇന്നലെ അത് പറഞ്ഞതാണ്. അപ്പൊ അതിൽ വന്നോന്ന് അറിഞ്ഞില്ല. ആ വേട്ടാളൻ ഒരു പുഴുവിനെ പിടിച്ചു കൊണ്ടുവന്ന കൂട്ടിലടയ്ക്കുകയാണ്. ആ കൂട്ടിലടച്ച് ആ പുഴുവിനെ ആ കൂട്ടിന്റെ മുമ്പിൽ ഇരുന്നിട്ട് നല്ലൊരു കുത്തു കൊടുക്കും. ആ പുഴു വേദനയോടുകൂടി ഇങ്ങോട്ട് പെട്ടയുന്നാണ്. ആ വേദന ഒരുവിധം ശമിക്കുമ്പോ വീണ്ടും അടുത്ത കുത്ത് എന്നാണ്. അപ്പൊ വേട്ടാളന്റെ ചിന്ത എന്താ? എപ്പോഴാ ഇയാള് കുത്തുക എന്നുള്ള ഭാവത്തിൽ എപ്പോഴും വേട്ടാളനെ തന്നെ സ്മരിച്ച് അവസാനം പുഴു വേട്ടാളനായിട്ട് മാറുകയാണ്. ഇതുപോലെ നിരന്തരമായിട്ടുള്ള കൃഷ്ണസ്മരണ കൊണ്ട് ഉദ്ധവൻ പൂർണ്ണമായിട്ട് കൃഷ്ണ സ്വരൂപത്തെ തന്നെ സ്വീകരിച്ച ഭാവമാണ്, പ്രാപിച്ച ഭാവമാണ് കാണുന്നത്. അപ്പൊ അവർക്കൊക്കെ സന്തോഷമായി. അതേ കൃഷ്ണൻ വന്നു എന്നുള്ള ഭാവത്തില് അവർ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോഴാണ് അവരുടെ മുമ്പിലൂടെ ഇപ്പൊ ഉദ്ധവന്റെ വരവ് എന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തില് പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിൻ്റെ അത് വേണ്ടതുപോലെ നമുക്ക് ആ സാങ്കേതികമായിട്ട് തകരാറ് കൊണ്ട് അതിനെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇത്രയും കൂടി പറയേണ്ടി വന്നത്. അതുപോലെ തന്നെ ഇന്നലെ ആ യജ്ഞ സമർപ്പണം നടത്തിയത് പ്രവീൺ അശ്വതി അവരാണ്. ഒരുപാട് ദിവസം മുമ്പ് അവർക്ക് ഈ ദിവസം വേണം എന്ന് പറഞ്ഞ് അവർ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ്. ഏതാ അവർക്ക് ഈ തരത്തില് പ്രത്യേകിച്ച് ആ ഭക്തിയുടെ നിർവ്യാജമായിട്ടുള്ള അനുഭവത്തെ വർണ്ണിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് അവരുടെ സമർപ്പണം ഉണ്ടായത്. അപ്പൊ ആ യജ്ഞ സമർപ്പണത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പൂർണ്ണമായിട്ടും പാത്രീഭൂതരായിട്ടുള്ള മഹാത്മാവാണ് പ്രവീൺ അശ്വതി. അവർക്കും കുടുംബത്തിനും അവരുടെ വംശത്തിന് തന്നെ ഭഗവാന്റെ വംശത്തിന് പൂർണ്ണമായിട്ടും ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും കടാക്ഷവും അതുപോലെ തന്നെ ഐശ്വര്യാദി ഗുണങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന ഓരോ ശ്രോതാവും മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് അതായത് ആ സമർപ്പണം നടത്തിയിട്ടുള്ള വ്യക്തിക്ക് പൂർണ്ണമായിട്ടുള്ള ഭഗവത് അനുഗ്രഹം ഉണ്ടാവണം എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണം. കാരണം അവരതുപോലെ ഈ സമർപ്പണം നടത്തിയത് കൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ മഹാത്മ്യങ്ങളെ അല്ലെങ്കിൽ ആ ഗോപികളുടെ നന്ദഗോപരുടെയും യശോദയുടെയും ഒക്കെ ആ
നിർവ്യാജമായിട്ടുള്ള ഭക്തിയെ ഒക്കെ നമുക്ക് അനുസ്മരിക്കാൻ പറ്റിയത്. ആ സമയത്തെങ്കിലും നമ്മുടെ മനസ്സ് കുറച്ചു നേരമെങ്കിലും ഭഗവാന്റെ നിൽക്കും. അതിന് കാരണമാക്കി തന്നത് അവരാണ്. അപ്പൊ അതിന്റെ അനുഭവം അവർക്ക് പൂർണ്ണമായിട്ട് ഉണ്ടാവട്ടെ. വീണ്ടും ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവും സന്മനസ്സും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതൊരാഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടാണോ അവർ ഈ സമർപ്പണം നടത്തിയത്, തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹം ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇവിടെ ഇനി 47-ാമത്തെ അധ്യായത്തില് ശുകമഹർഷി പറയണ തം വീക്ഷ്യ കൃഷ്ണാനുജനം വ്രജസ്ത്രീയ പ്രലംബ ബാഹുന്നവകഞ്ചലോചനം പ്രീതാംബരം പുഷ്കരമാലിനം രസൽ മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം. ഇപ്പോ വിശേഷിച്ചിപ്പോ എന്താ ആ ഉദ്ധവന്റെ ഒക്കെ അവസ്ഥ എന്നാണെങ്കിൽ ശരിക്ക് ആ കൃഷ്ണനെ പോലെ തന്നെയാണ് ആ ഉദ്ധവന്റെ ഭാവം എന്നാണ്. ആ ഗോപികള് അത് പ്രത്യേകം കാണുകയാണ്. അകലെ നിന്ന് വരുന്ന ആ ഭഗവത് ഭക്തനായിട്ടുള്ള ഉദ്ധവനെ കണ്ടപ്പോ നീണ്ട കൈകള്, ഈ നീണ്ട കൈകൾ എപ്പോഴും നല്ല, അതായത് സാമുദ്രിക ലക്ഷണപ്രകാരം നല്ല ലക്ഷണത്തെയാണ് കാണുന്നത്. സാമുദ്രിക ശാസ്ത്രം അനുസരിച്ച് നീണ്ട കൈകള് നല്ല ലക്ഷണമാണെന്നാ പറയുക. ആജാനബാഹു എന്നൊക്കെ പറയും അല്ലേ. ആ മുട്ടുവരെ നീണ്ട കൈകള് മഹാത്മാഗാന്ധിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതായിട്ട് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശ്രീരാമനെയൊക്കെ വിശേഷിപ്പിക്കുമ്പോ ഇങ്ങനെ വിശേഷിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ആ നീണ്ട കൈകള്, താമര ഇതൾ പോലുള്ള കണ്ണുകള്, ശോഭയുള്ള ആ മുഖം, രത്നകുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുള്ളതായിട്ടുള്ള കാതുകള്, അപ്പോ ആ മഞ്ഞപ്പെട്ട് ഉടുത്തിട്ടുണ്ട്, താമരമാല കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്, ശ്രീകൃഷ്ണനെ പോലെയുള്ള വേഷാലങ്കാരങ്ങളാണ്. അപ്പൊ കണ്ടു കഴിഞ്ഞാൽ ദൂരെ നിന്ന് കണ്ടാൽ എന്തായാലും ശ്രീകൃഷ്ണനെ ആയിട്ട് തന്നെ അവർക്ക് തോന്നുക. അപ്പൊ അവർക്ക് വളരെ സന്തോഷമായി. വേഗം അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ട് എങ്കിലും അവർ അങ്ങോട്ട് ഓടുകയാണ്. എന്താ കൃഷ്ണൻ വന്നു എന്നുള്ള സന്തോഷത്തില്. അങ്ങനെ അങ്ങോട്ട് ഓടി അദ്ദേഹത്തിന്റെ അടുത്തെത്തിയപ്പോഴാണ് ശുചിസ്മിത കോയമ ഭീച്യ ദർശന കുതച്ചകസ്യാച്യുത വേഷഭൂഷണ ഇതിസ്മ സർവ പരിവൃത്സുക തതുത്തമ ശ്ലോകപദാംബുജാശ്രയം. ഇപ്പോ അവർക്ക് കാര്യം മനസ്സിലായി. അടുത്തെത്തിയപ്പോ ഉദ്ധവന, അതായത് കൃഷ്ണനല്ല, കൃഷ്ണന്റെ വേഷഭൂഷണങ്ങൾ മാത്രമുള്ള, കൃഷ്ണനുമായിട്ട് ബന്ധമുള്ള ആരോ ആണ്. അതായത് അച്യുത വേഷഭൂഷണ എന്നാണ്. അച്യുതന്റെ വേഷവും ഭൂഷണങ്ങൾ മാത്രമേ ഉള്ളൂ, അച്യുതനല്ല എന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അവർക്കൊരു ആശ്വാസമുണ്ട്. ആ വേഷം അച്യുതന്റെ ആവണമെങ്കിൽ അച്യുതനുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്ത ആള് ആ വേഷം കെട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് ഭഗവാന്റെ ദൂതനാണ് എന്ന് മനസ്സിലായി എന്നാണ്. ആ ഗോപികള് ആ ഉദ്ധവന്റെ ചുറ്റും അങ്ങ് വളയുകയാണ്. എന്നിട്ടോ തം പ്രശ്രയേണാവനദാസു സൽകൃതം സംപ്രീഡ ഹാസേക്ഷണ സോനൃതാദിഭി രഹസ്യ പൃച്ഛന്നുപവിഷ്ടമാസനെ വിജ്ഞായ സന്ദേശകരം രമാപതേ. അപ്പോ ആ ഗോപികള് അദ്ദേഹത്തെ നമസ്കരിച്ചു. കൃഷ്ണന്റെ ദൂതനാണ് എന്ന് മനസ്സിലാക്കി ആ അദ്ദേഹത്തെ വേണ്ടതുപോലെ നമസ്കരിച്ച് സ്വാഗതം പറഞ്ഞ് സൽക്കരിച്ച് ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ട് അദ്ദേഹത്തെ ഇരുത്തി. അതിനുശേഷം ഉദ്ധവനോട് ചോദിക്കുകയാണ്, അല്ല അങ്ങ് ജാനീമസ്ത്വാം യതുപദേ പാരുഷദം സമുപാഗതം ഭർത്രേഹ പ്രേഷിത പിത്രോർ ഭവാൻ പ്രിയജിഗീർഷയ. അല്ല അങ്ങ് ശരിക്ക് ഈ ശ്രീകൃഷ്ണന്റെ ദൂതനാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങയെ ഇപ്പൊ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? കാരണം ഇപ്പൊ കൃഷ്ണനെ സ്മരിക്കാൻ ഈ ഗോകുലത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞങ്ങളുടെ പക്ഷം. ഇതൊക്കെ അവരുടെ ശരിക്കും പറഞ്ഞ ഒരു പരോക്ഷമായിട്ടുള്ള സ്തുതിയാ. കൃഷ്ണനോടുള്ള പരിഭവം ശരിക്കും സ്തുതിയുടെ ഭാവത്തിലാണ്. ഇത് ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് ആ കൃഷ്ണനോടുള്ള ആ നിരതിശയമായിട്ടുള്ള പ്രേമത്തിന്റെ ആഴം എത്രയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പറയണ, അതായത് അച്ഛനമ്മമാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ കൃഷ്ണൻ അങ്ങേ ഇങ്ങോട്ട് അയച്ചതാണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് ഈ ഗോകുലത്തില് ഓർമ്മിക്കത്തക്ക വിധത്തിൽ ആരാണ് അവിടെ ഉള്ളത്? എന്താ, സർവസംഘ പരിത്യാഗം ചെയ്ത സന്യാസിമാർക്ക് പോലും സ്വന്തം അച്ഛനമ്മമാരോടുള്ള ബന്ധത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്ദഗോപരെയും യശോദയെയും സമാശ്വസിപ്പിക്കാനായിട്ട് കൃഷ്ണൻ അയച്ചിട്ട് വന്നതാവും അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അല്ലാണ്ടിപ്പോ ഈ കൃഷ്ണന് ഇവിടെ ഓർക്കത്തക്ക വിധത്തിൽ ആരാ ഉള്ളത്? ഇവിടെ സ്വാഭാവികമായിട്ടുള്ള ബന്ധങ്ങളും അതുപോലെ സ്നേഹവും ഒക്കെ അന്വേഷത്തകൃതാമൈത്രി യാവതർത്ഥ വിടംബനം മുമ്പി സ്ത്രീഷു യഥായത് സുമനസ്സിവഷക്പതേ. ഈ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം അന്യരോട് സ്നേഹം ഭാവിക്കുന്നത് ലോകത്തിന്റെ സ്വഭാവമാണ്. നമ്മളൊക്കെ വേറൊരാളോട് സ്നേഹം ഭാവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ടാണ്.
അതാണ് ലോകത്തിൽ 99% കണ്ടുവരുന്നത്. അപ്പൊ അതൊന്നും യഥാർത്ഥമായിട്ടുള്ള സ്നേഹമൊന്നും അല്ല. ഇപ്പോ കാമസംതൃപ്തിക്ക് അല്ലെങ്കിൽ അതായത് ആഗ്രഹപൂർത്തിക്ക് വേണ്ടി മാത്രം പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിലോ തേൻ കുടിക്കാൻ വേണ്ടി മാത്രം വണ്ടുകൾ പുഷ്പങ്ങളെ സമീപിക്കുന്നത് പോലെയാണ് ഈ സ്നേഹം. കാര്യം കഴിഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ആ ലോകത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ് അടുത്ത ശ്ലോകത്തില്. നിസ്വം തജന്തി ഗണിക അകൽപ്പം നൃപതിം പ്രജാഹ അതീത വിദ്യാചാര്യ മൃത്യുജോ ദത്ത ദക്ഷിണം. അതായത് ഈ ലോകത്തിൽ പൊതുവെ അതായത് എന്താ, മറ്റുള്ളവരോടുള്ള സ്നേഹം വണ്ടുകൾക്ക് പൂക്കളോടൊന്ന പോലെ വെറും കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഉള്ളതാണ്. ലോകത്തിന്റെ സ്വഭാവം എന്താ, ധനം അവസാനിച്ചു കഴിഞ്ഞാല് ആ കുലടകളായിട്ടുള്ള സ്ത്രീകള് പുരുഷനെ ഉപേക്ഷിക്കും. അവര് ധനത്തിന് വേണ്ടിയിട്ടാണ് ആ പുരുഷനെ അതായത് ആശ്രയിച്ചത്. അയാളുടെ കയ്യിലുള്ള ധനം കഴിഞ്ഞാൽ അവൾ അവനെ ഉപേക്ഷിക്കും. അതുപോലെ ഭരിക്കാൻ കഴിവില്ലാതായി കഴിഞ്ഞാലോ രാജാവിനെ പ്രജകൾ ഉപേക്ഷിക്കും. വിദ്യാഭ്യാസം കഴിഞ്ഞാല് ശിഷ്യൻ ഗുരുവിനെ ഉപേക്ഷിക്കും. ദക്ഷിണ കിട്ടിക്കഴിഞ്ഞാല് ഋത്വിക്കുകള് യജമാനെ ഉപേക്ഷിക്കും. അതുപോലെ തന്നെ ധാരാളം മാമ്പഴങ്ങളൊക്കെ ഉള്ള കാലത്ത് മാവിന്റെ ചോട്ടില് ധാരാളം കുട്ടികളും മാവിലെ പക്ഷികളും ഒക്കെ വന്നിരിക്കും. മാമ്പഴക്കാലം കഴിഞ്ഞാലോ പിന്നെ അതായത് പഴം തീർന്ന പക്ഷികൾ വൃക്ഷത്തെ ഉപേക്ഷിക്കും. അതുപോലെ തന്നെ ആഹാരം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിഥികള് ആതിഥേയനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗൃഹത്തെയും ഉപേക്ഷിക്കും. ഇതാണ് ലോകത്തിന്റെ സ്വഭാവം. അതായത് ഗഗാ വീതഫലം വൃക്ഷം ഭുക്വാ ചാതിഥയോ ഗൃഹം ദഗ്ധം മൃഗാസ്തദാരണ്യം ധ്യാരോ ഭുക്വാ രഥാ സ്ത്രീയം. ഇപ്പോ അതൊക്കെയാണ് ലോകത്തിന്റെ സ്വഭാവം. ഈ കാട്ടുതീ കൊണ്ട് കാട് വെന്ത് കഴിഞ്ഞാല് പിന്നെ ആ കാട്ടിലൊന്നും അതായത് മൃഗങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ കാട്ടുതീയില് നശിച്ചു പോയിട്ടുള്ള വനത്തെ മൃഗങ്ങൾ ഉപേക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ജാരൻ തന്റെ കാമാസക്തി തീരുന്ന സമയത്ത് ആ സ്ത്രീയെ കൈവിടും. അപ്രകാരം കൃഷ്ണനും ഞങ്ങളെ വിട്ടുപോയി എന്നാണ് അവർ പറഞ്ഞതിന്റെ സൂചന. ഈ കത്തിക്കരിഞ്ഞ വനത്തെ മൃഗങ്ങൾ ഉപേക്ഷിക്കും. ഇതുപോലെയാണ് കൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ചത് എന്നാണ് അവരുടെ പരിഭവം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവര് ദീനദീനം കരിയിരുത്തി ഗോപ്യോഹി ഗോവിന്ദയെ ഗതവാക്കായ മാനസ കൃഷ്ണദൂതേ വ്രജം യാതേ ഉദ്ധവ തെക്കത ലൗകിക ഗായന്ത്യ പ്രിയകർമാണേ രുദത്യച്ച ഗതക്രിയ തസ്യ സംസൃത്യ യാനി കൈശോര ഭാഗ്യയോ. ഇങ്ങനെ പറഞ്ഞ ഗോപികള് ദീനദീനം കരികയാണ്. അവരുടെ അവസ്ഥ എന്താ, അതായത് 3 വിധ കരണങ്ങളും ശരീരവും വാക്കും മനസ്സും കൃഷ്ണമയമായി തന്നെ തീർന്നിരിക്കുകയാണ്. ഇതാണ് ഈ 3 കരണങ്ങൾ ശുദ്ധമാക്കുക വേണ്ടത്. അത് ഭഗവാനോടുകൂടി കൂട്ടിച്ചേർക്കുമ്പോൾ അത് പരമഗതിയെ പ്രാപിക്കുന്നു. ഇതിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ലക്ഷ്യം ഇതാണ്. മനസ്സും വാക്കും അതുപോലെ തന്നെ മനസ്സും ശരീരവും വാക്കും ശുദ്ധമാക്കി തീർക്കുക. ഇപ്പോ അവരുടെ ശരീരവും വാക്കും മനസ്സും കൃഷ്ണമയമായി തീർന്നിരിക്കുകയാണ്. ശരീരം കൊണ്ടുള്ള അവരുടെ ഓരോ പ്രവൃത്തികളും കൃഷ്ണൻ സന്തോഷിക്കാൻ വേണ്ടി മാത്രം. അവര് പറയുന്ന ഓരോ വാക്കുകളും കൃഷ്ണനെ പറ്റി മാത്രം. അവരുടെ മനസ്സിലെ ആ സകലവിധ വിചാരങ്ങളും കൃഷ്ണനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോ അങ്ങനെയുള്ള ഗോപികള് ദൂതനായിട്ടുള്ള ഉദ്ധവൻ ഗോകുലത്തിൽ എത്തിച്ചേർന്നപ്പോൾ അല്ലെങ്കിൽ ഗോകുലത്തിൽ ചെന്നപ്പോൾ ആ കൃഷ്ണൻ ഉദ്ധവൻ എന്താ കാണുന്നത്, കൃഷ്ണന്റെ ബാലലീലകൾ ഓരോന്നും അനുസ്മരിക്കുകയാണ് ആ ഗോപസ്ത്രീകള്. അതാണ് ഉദ്ധവൻ കാണുന്നത്. അപ്പോ ഇങ്ങനെ കൃഷ്ണന്റെ ബാലലീലകളെ കൃഷ്ണൻ അവിടെ ഇല്ലാത്ത സമയത്തും അനുസ്മരിക്കണമെങ്കിൽ അവരുടെ മനസ്സ് പൂർണ്ണമായിട്ട് കൃഷ്ണനിൽ ഉറച്ചിരിക്കണം. മനസ്സ് കൃഷ്ണനിൽ ഉറച്ച ശരീരങ്ങള് ഇന്ദ്രിയങ്ങള് അതിന്റെയൊക്കെ വ്യാപാരങ്ങള് കൃഷ്ണമയമായിട്ട് തീരും. നമ്മുടെ മനസ്സ് ബാഹ്യ വിഷയങ്ങളിൽ ഉറയ്ക്കുന്നത് കൊണ്ടാണ് നമ്മള് കൃഷ്ണന്റെ കാര്യത്തിൽ ഇരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സ് പുറത്തേക്ക് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം മനസ്സ് കൃഷ്ണനിൽ ഉറച്ചിട്ടില്ല. മനസ്സ് ഭഗവാനിൽ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പ്രവൃത്തി മുഴുവൻ ഭഗവത്മയമായിട്ടാണ് തീരുക. അതാണ് ആ മനസ്സിന്റെ പ്രഭാവം. ആ മനസ്സ് നിരോധിക്കപ്പെട്ടതിന്റെ അനുഭവമാണ് അത് കാണുന്നത്. മനസ്സ് ഭഗവാനിൽ ഉറച്ചാൽ പിന്നെ ശരീരം കൊണ്ടും അതുപോലെ തന്നെ വാക്കുകളെ കൊണ്ടും പറയണതൊക്കെ കൃഷ്ണന്റെ കാര്യങ്ങൾ മാത്രമായിട്ട് തീരുക. സർവം നാരായണമയം എന്നുള്ള ഭാവമാണ്. അപ്പൊ അവര് ശരിക്കും മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് കൃഷ്ണന്റെ ബാലലീലകൾ ഓരോന്നും അനുസ്മരിച്ചുകൊണ്ട് ആ ലൗകിക മുറകളൊക്കെ മറന്നു. അതൊക്കെ മറന്നുകൊണ്ടാണ് അവരിയ്ക്കുന്നത് എന്നാണ്. അപ്പൊ ഈ ലൗകിക മുറകളൊക്കെ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കുന്ന എല്ലാ കർമ്മത്തിന്റെയും ലക്ഷ്യം മനസ്സ് ഈശ്വരനിൽ ഉറയ്ക്കുക എന്നുള്ളതാണ്.
അപ്പൊ തന്നെയാ വേണ്ടത് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി. ഒരു പുരുഷന്റെ ജന്മലാഭം എന്ന് വെച്ചാല് അന്തേ നാരായണ സ്മൃതി ഉണ്ടാവുക. മരിക്കുന്ന സമയത്ത് കാരണം ഈ മരിക്കുന്ന സമയത്ത് നാരായണനെ ഓർക്കണമെങ്കിൽ മനസ്സ് ഭഗവാനിൽ ഉറച്ചാലേ നമുക്ക് ആ നാരായണനെ ഓർക്കാനായിക്കൊണ്ട് പറ്റുള്ളൂ. ഇവിടെ ആ ഒരു ഭാവത്തിലാണ് ലൗകിക മുറകളൊക്കെ മറന്നുകൊണ്ട് അവര് കൃഷ്ണന്റെ കീർത്തനങ്ങള് അല്ലെങ്കിൽ രാമകൃഷ്ണന്മാരുടെ മാഹാത്മ്യങ്ങളെ ബാലലീലകളെ ഇങ്ങനെ പാടുകയാണ് ഉച്ചത്തില്. അപ്പോഴാണ് ഒരു വണ്ട് പതുക്കെ മൂളി പറന്ന് അവരുടെ മുമ്പിലെത്തി. വണ്ട് വരുമ്പോ എപ്പോഴും അങ്ങനെ ഒന്ന് വന്ന് വീഴും, പിന്നെ എണീക്കും, വീണ്ടും വന്ന് വീഴും, അങ്ങനെയുള്ള ഭാവത്തില് ആ മോളിക്കൊണ്ട് വരികയാണ്. അപ്പോഴാണ് കൃഷ്ണനോട് പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ ഉദ്ധവനോട് പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ അന്യാപദേശമായിട്ട് വണ്ടിനെ നോക്കി പറയുകയാണ്. എന്താ അതിന് കാരണം? എപ്പോഴും പറയും, ശാസ്ത്രത്തിൽ ഗുരുനാഥൻ പറയാറുണ്ട്, ഈ കുലസ്ത്രീകള് പരപുരുഷന്മാരുടെ മുഖത്ത് നോക്കി സംസാരിക്കാറില്ല എന്നാണ് പണ്ടത്തെ നിയമം. അതുകൊണ്ടാണ് അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ആ വണ്ടിനെ നോക്കിയിട്ട് വണ്ടിനെ അന്യാപദേശമായിട്ട് പറയുകയാണ് എന്നാണ്. ഇവര് കൃഷ്ണന്റെ മഹാത്മ്യങ്ങൾ പാടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാല് നേരത്തെ പറഞ്ഞില്ലേ, രുരുതു കരയുന്ന ഭാവത്തിലാണ്, ശരിക്കും കരച്ചിലാണ്. ആ കരച്ചിലും ഭഗവാന്റെ മഹാത്മ്യങ്ങള് കരഞ്ഞുകൊണ്ടാണ് അവര് പാടുന്നത് എന്നാണ്. അപ്പോഴാണ് ഈ വണ്ടിന്റെ വരവ്. കാചിത് മധുകരം ദൃഷ്ട്വാ ധ്യായന്തി കൃഷ്ണസംഗമം പ്രിയ പ്രസ്താവിതം ദൂതം കൽപ്പയിത്വേദമബ്രവീത്. വണ്ടിനെ കണ്ടപ്പോ കൃഷ്ണനോടുള്ള ആ ഭാവത്തെ കുറിച്ച് എപ്പോഴും ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഗോപികള് ആ വണ്ട് കൃഷ്ണനാൽ അയക്കപ്പെട്ട ഒരു ദൂതനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉദ്ധവനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിനോട് പറയുകയാണെന്നാണ്. അവിടെ നിന്നാണ് ഇനി അതായത് 12 മുതൽ 21 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭ്രമരഗീതം എന്ന് പറയും ഭക്തന്മാര് എന്നാണ്. അങ്ങനെ ഒരുപാട് ഗീതങ്ങളുണ്ട് അല്ലെ? ഗോപി ഗീതത്തെ കുറിച്ച് കേട്ടു നമ്മള്, യുഗളഗീതത്തെ കുറിച്ച് കേട്ടു, ഇപ്പൊ ഭ്രമരഗീതമാണ് എന്നാണ്. ആ ഭ്രമരഗീതത്തിൽ എന്താ പറയണത്? ആ ഒരു ഗോപി പറയുകയാണ്, മധുപഗീതവബന്ധോ മാത്മശാംഘ്രിം സപത്നിയാ കുജവിരുടിതമാല കുങ്കുമശ്മശുരുഭിർന്ന വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യതു സദസി വിടംബ്യം യസ്യദൂതസ്ത്വമേതൃ. പറയാണ് ഗോപികള്, അല്ലയോ വണ്ടേ, നീ വൃത്തിയില്ലാത്തവരാണ്, ഞങ്ങളെ തൊട്ടു പോകരുത്. നിന്റെ കൊമ്പില് കുങ്കുമം ആയിട്ടുണ്ട്. ഈ കുങ്കുമം എവിടത്തെ കുങ്കുമങ്ങളാ? കുങ്കുമാണ് മധുരാനാരിമാരുടെ കുജകുങ്കുമം. നീ ശ്രീകൃഷ്ണന്റെ വനമാലയിൽ തേൻ കുടിക്കാൻ ചെന്നപ്പോ അത് നിന്റെ കൊമ്പിലായതാണ്. അപ്പോ അങ്ങനെയുള്ള വൃത്തിയില്ലാത്ത ആളുകളുമായിട്ടുള്ള കൂട്ട് ഞങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് നീ ഞങ്ങളെ തൊടണ്ട എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ആ ഭാവം ഉണ്ട് അതിന്. അതായത് ആ ഗോപസ്ത്രീകളുടെ മനസ്സ് പൂർണ്ണമായിട്ട് കൃഷ്ണനിൽ തന്നെയാണ്. ഇപ്പോ നീ പാടുന്നത് കൃഷ്ണന്റെ മാഹാത്മ്യാണ്. കൃഷ്ണന്റെ മാഹാത്മ്യം ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന് പാടിയിട്ട് യാതൊരു കാര്യമില്ല. എന്താ അത്? ഞങ്ങളെ നീ തൊടുവും വേണ്ട. നിന്റെ സ്വാമിയായിട്ടുള്ള കൃഷ്ണൻ മധുരയിലെ സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവിടെ തന്നെ താമസിച്ചോട്ടെ. ആ ശരിക്കും പറഞ്ഞാല് സ്നേഹമില്ലായ്മയില് നീയും അതുപോലെ തന്നെ കൃഷ്ണനും തുല്യ നിലക്കാരാണ് എന്നാണ്. എന്താ അത്? ഈ വണ്ടിന്റെ സ്വഭാവം ശരിക്ക് ആ സകൃതധര സ്വാമോഹിനി ബായിത്വാ സുമനസ ഇവ സദ്യ തത്യജേസ്മാൻ ഭവാതൃ പരിചരതി കഥം തൽപാദപത്മന്തു പത്മാഹിബി പദകൃതചേത ഉത്തമ ശ്ലോകജൽപൈ. പറയുകയാണ്, ശരിക്ക് ആ നിന്നെ പോലുള്ള ആളുകൾ എന്താ ചെയ്യുക? ആ സ്നേഹമില്ലായ്മയില് നീയും കൃഷ്ണനും തുല്യരാണ്. നീ തേൻ കുടിച്ചു കഴിഞ്ഞാൽ തേൻ കുടിക്കാനായിട്ട് ഒരു പുഷ്പത്തിന്റെ അടുത്ത് ചെന്ന് അതിന്റെ ദളങ്ങളൊക്കെ ചവിട്ടി മെതിച്ച് ആ തേൻ കുടിച്ച് അതിന്റെ ദളങ്ങളൊക്കെ ചവിട്ടി മെതിച്ചിട്ട് അതിനെ ഉപേക്ഷിച്ചു പോകും. തേൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പുഷ്പങ്ങളെ തിരിഞ്ഞു നോക്കാറില്ലല്ലോ. അതേപോലെ കൃഷ്ണനും ആ സ്നേഹത്തിന്റെ കണിക പോലും ഇല്ലാതെ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി. അപ്പോ ആ കൃഷ്ണനും നീയും ശരിക്ക് ഒരേ ആൾക്കാരാണ്. അതായത് സ്നേഹമില്ലായ്മയിൽ നിങ്ങൾ രണ്ടുപേരും തുല്യരാണ്. തീരെ സ്നേഹമില്ലാത്ത ഈ കൃഷ്ണന്റെ ആ പാതാരബിന്ദങ്ങളെ ഇപ്പോഴും പാവൻ ലക്ഷ്മി ദേവി പൂജിച്ചുകൊണ്ടിരിക്കുക. എന്താണ് അതിന്റെ താല്പര്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എന്താ ഇനി ആ ലക്ഷ്മിയെ എപ്പോഴാ കൃഷ്ണൻ ഉപേക്ഷിക്കുക? അത് ലക്ഷ്മി മനസ്സിലാക്കണില്ല. അങ്ങനെ മനസ്സിലാക്കാണ്ട് ഇപ്പോഴും പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ലക്ഷ്മിയെ എപ്പോഴാ ഇനി ഉപേക്ഷിക്കുക എന്നറിയില്ല. അല്ല, എന്തായിരിക്കും ലക്ഷ്മി ദേവി ഇപ്പോഴും കൃഷ്ണനെ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിൽ കൃഷ്ണന്റെ ആ ചാടുവാക്യത്തില് ശരിക്ക് ലക്ഷ്മി ദേവിയും മയങ്ങിപ്പോയിട്ടുണ്ടാവും നമ്മളെ പോലെ. വായിലെ നാവ് അത്ര കേമാ കൃഷ്ണന്റെ.
ആരെയും തന്റെ വാക്കുകളെ കൊണ്ട് തന്റെ പക്ഷത്താക്കി തീർക്കുന്നതാണ്. അപ്പൊ ഇതുപോലെ കൃഷ്ണന്റെ ചാടുവാക്യത്തില് അല്ലെങ്കിൽ പഞ്ചാര വാക്കില് മയങ്ങി ലക്ഷ്മി ദേവി ഇപ്പോഴും കാര്യം അറിയാണ്ട് കൃഷ്ണനെ ശുശ്രൂഷിക്കുകയായിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഇനിയിപ്പോ ഞങ്ങളുടെ മുമ്പില് വെറുതെ കൃഷ്ണന്റെ മഹാത്മ്യം പാടിയിട്ട് കാര്യമൊന്നുമില്ല. എന്താ ഹിമിഹ ബഹുഷടഗ്രേ ഗായസിത്വം യദൂനാം അധിപതിമഗൃഹാണാം അഗ്രതോന പുരാണാം വിദ്യസഹസഖീനാം ഗീയതാം തൽപ്രസംഗ കുജരുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ടാം. അല്ലെ, ഇവിടെ ആ ഷടങ്കം എന്നാണ്, അതായത് വേദം ഈ ഷടങ്കളത്തോട് കൂടിയിട്ടാണ് പഠിക്കുക. ഷടങ്കം എന്താണ്? 6 ഭാവങ്ങള്. അത് ഇന്നലെ അതായത് നേരത്തെ ഞാൻ അതിവിടെ പറഞ്ഞതാണ്. അപ്പൊ അത് വേദം വർണ്ണിക്കുന്നതും കൃഷ്ണന്റെ മാഹാത്മ്യാണ്, വണ്ട് പാടുന്നതും കൃഷ്ണന്റെ മാഹാത്മ്യാണ്. അപ്പൊ ഇവിടെ ശരിക്കും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കൃഷ്ണന്റെ മാഹാത്മ്യം പാടിയിട്ട് യാതൊരു കാര്യമില്ല. കൃഷ്ണന്റെ സ്നേഹത്തിന് പാത്രീഭൂതകളായിട്ടുള്ള മധുരാനാരിമാരുടെ മുമ്പിൽ ചെന്ന് നീ കൃഷ്ണന്റെ മാഹാത്മ്യങ്ങൾ കീർത്തിക്കുകയാണെങ്കിൽ അവര് നിനക്ക് എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ തരും. ഇപ്പൊ ഞങ്ങളുടെ മുമ്പിൽ പാടിയിട്ട് എന്ത് കാര്യം? എന്താ കാരണം? ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ എന്താ? ഞങ്ങള് താമസിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത, വീടും കൂടും ഇല്ലാത്ത ആളുകളായിട്ട് പെരുവഴിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഞങ്ങളുടെ മുമ്പില് കൃഷ്ണന്റെ മാഹാത്മ്യം പാടിയിട്ട് എന്ത് കാര്യം? അപ്പോ നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ, നിനക്ക് വല്ലതുമൊക്കെ കിട്ടണമെങ്കിൽ കൃഷ്ണന്റെ മാഹാത്മ്യം മധുരാനാരിമാരുടെ മുമ്പിൽ ചെന്ന് പാടുന്നതാണ്. ഒക്കെ അവരുടെ വിരഹത്തിന്റെ ഭാവത്തെ കുറിച്ച് കാണിക്കുക, അവരുടെ നിഷ്കളങ്കമായിട്ടുള്ള പ്രേമം, ആ ഭക്തിയുടെ ഭാവം അതിനെ കാണിക്കുകയാണ്. അവർക്കൊക്കെ ശരിക്കും പരിഭവത്തോട് കൂടിയിട്ടുള്ള ഭക്തിയുടെ ഭാവം കാണിക്കുകയാണ്. ദിവി ഭുവിജരസായാം കാസ്ത്രിയ തദ്ദുരാഭ കപടരുചിരഹാസഭ്രോ വിജൃംഭസ്യാസ്യോ ചരണരജ ഉപാസ്തേ യസ്യ ഭൂതിർവയം കാ അഭിജഗുണപക്ഷേ ഉത്തമ ശ്ലോകശബ്ദ. പറയാണ് അതായത് ഞങ്ങള് വിചാരിച്ച നിനക്കൊന്നും തരാൻ കഴിയില്ല. നോക്കൂ, ഇവിടെ ഈ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള ഏതൊരു സ്ത്രീയാണ് കൃഷ്ണന്റെ മന്ദഹാസത്തിലും അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള കടാക്ഷത്തിലും അടിമയാകാണ്ടിരിക്കുക? അതിൽ പെടും ആരാണെങ്കിലും അല്ലേ? ആ കൃഷ്ണന്റെ ഒരു പുഞ്ചിരി അല്ലെങ്കിൽ ഓരോ രഹസ്യമായിട്ടുള്ള വാക്കുകള്, അപ്പൊ അതിൽ പെടുന്നാണ്. എങ്കിലും പാവങ്ങൾ ഒരു കാര്യം കൃഷ്ണനോട് അറിയിക്കണം. പണ്ടേ എന്താ പറയേണ്ടത്? ഉത്തമ ശ്ലോകം എന്നൊരു പേരുണ്ട് കൃഷ്ണന്. ദീനന്മാരിൽ കാരുണ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഉത്തമ ശ്ലോകൻ എന്ന പേര് ചേരുള്ളൂ. അതുകൊണ്ട് ഞങ്ങളോട് വല്ല കാരുണ്യം കാണിച്ചാലേ ആ പേരിന് അർഹത ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അത് നീ ചെന്ന് നിന്റെ സ്വാമിയോട് പറയണം. നീ ഞങ്ങളുടെ കാൽക്കലെ നമസ്കരിക്കുകയോ ഞങ്ങളെ സാന്ത്വനപ്പെടുത്താൻ അതായത് ശ്രമിക്കുകയൊന്നും ചെയ്യണ്ട. അതായത് വിസൃജ്യ ശിരസി പാദം വേദ്മ്യഹം ചാടുകാരെ അനുനയ വിദുഷസ്തേഭ്യന്തി ദൗത്യമുകുന്ദ സ്വഹൃദ ഇഹ വിസൃഷ്ട പത്യപത്യന്യലോക വിസൃജത അകൃതചേത കിന്നു സന്ദേഹമസ്മിൻ. പറയണിപ്പോ നീ ഞങ്ങളെ നമസ്കരിക്കുകയോ കാലില് തൊടുകയൊന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങളെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യണ്ട. കൃഷ്ണന്റെ സാമർഥ്യമൊക്കെ നിനക്കും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. അതാണല്ലോ നീ ഞങ്ങളോട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. എന്താ അത്? കൃഷ്ണനെ ആശ്രയിക്കാൻ വേണ്ടിയിട്ട്, കൃഷ്ണനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഉപേക്ഷിക്കുക. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉപേക്ഷിക്കാൻ പ്രയാസമാണ്. ആ പുത്രന്മാര്, ഭർത്താക്കന്മാര്, അതുപോലെ തന്നെ വീട്, ആ ബന്ധുക്കളൊക്കെ. അപ്പൊ ഉപേക്ഷിക്കാൻ പ്രയാസമുള്ള പുത്രന്മാരെയും ഭർത്താക്കന്മാരെയും പുണ്യലോക പ്രാപ്തിക്കുള്ള ധർമ്മത്തെയും ഉപേക്ഷിച്ചാണ് ഞങ്ങള് ആ കൃഷ്ണനെ സർവാത്മന ആശ്രയിച്ചത്. അങ്ങനെയുള്ള ഞങ്ങളെ നിർദ്ദയം ഉപേക്ഷിച്ചിട്ടല്ലേ കൃഷ്ണൻ ഇപ്പോ ഇവിടുന്ന് പോയത്. അങ്ങനെയുള്ള ഞങ്ങളോട് എന്ത് സന്ധിയാണ് ഇപ്പൊ കൃഷ്ണൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇനി ഞങ്ങളോട് സന്ധി പറയാനൊന്നും വരണ്ട എന്നാണ് പറഞ്ഞത്. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തറിയോ? ഈ കൃഷ്ണൻ മിക്ക അവതാരങ്ങളിലും കറുത്ത നിറത്തിലാണ്, മേഘവർണ്ണക്കാരനാണ്. ഈ കറുത്ത നിറത്തിലുള്ള ആളുകളെ ഒന്നും വിശ്വസിക്കാനേ പാടില്ല എന്നാണ്. എന്താ അത്? മൃഗയുദിവ കവീന്ദ്രം വിവ്യതേ ലുപധർമ്മ സ്ത്രീയം അകൃത വിരൂപാം സ്ത്രീജിത കാമയാനാം ബലിമത്വാ വേഷ്ടയദ്വാംശവദ്വ കദലമസിതസഖ്യോ തത്കഥാർത്ഥ. പറയാണ് ഈ കറുത്ത നിറത്തില് ഉള്ള ആളുകളെ ഒന്നും വിശ്വസിക്കാൻ പാടില്ല. എന്താണ്? ഇനി ഓരോ കാര്യങ്ങളെ കുറിച്ച് അവർ ഓർക്കുകയാണ്. കാരണം ഈ കറുത്ത നിറത്തോടു കൂടിയ ആളുകളൊക്കെ കഠിന ഹൃദയന്മാരാണ്. ഈ കൃഷ്ണൻ കറുത്ത നിറത്തില് രാമനായിട്ട് അവതരിച്ച സമയത്ത് ഒരു വേടനെ പോലെ മരം മറഞ്ഞു നിന്ന് പാവം ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെ ഒളിയം പെയ്ത് കൊന്നു എന്നാണ്.
അതുപോലെ തന്നെ അതേ അവതാരത്തില് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് തെറ്റൊന്നുമല്ല. ഒരു രാജകുമാരിക്ക് ഒരു രാജകുമാരനോട് പ്രണയാഭ്യർത്ഥന നടത്താം. അപ്പോഴാണ് രാവണന്റെ സഹോദരിയായിട്ടുള്ള ശൂർപ്പണഖ ശ്രീരാമനോട് എന്നെ കല്യാണം കഴിക്കാൻ പറ്റൂ എന്ന് ചോദിച്ചു വരുന്നത്. പറ്റണീച്ച പറ്റും, അല്ലെങ്കിൽ ഇല്ല, അതെന്തെങ്കിലും ഒരു വാക്കേ വേണ്ടു ഇല്ലേ? അത് ചെയ്യാണ്ട് എന്താ ചെയ്തത്? അങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ ലക്ഷ്മണന്റെ അടുത്തേക്ക്, ലക്ഷ്മണനോ ഇങ്ങോട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞ രാമന്റെ അടുത്തേക്ക്. അങ്ങനെ രാമൻ, അതായത് ലക്ഷ്മണന്റെ അടുത്തേക്കും രാമന്റെ അടുത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച അവസാനം എന്താ ചെയ്തത്? വിവാഹം, അതായത് കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ചിട്ടാണ് ശൂർപ്പണഖയുടെ വരവ്. അവസാനം എന്താ ചെയ്തത് ലക്ഷ്മണൻ? ശരിക്ക് തന്റെ വാളെടുത്തിട്ട് അവളുടെ അംഗങ്ങളെ അങ്ങ് വിച്ഛേദിച്ചു എന്നാണ്. ഇനി ഭാവിയില് ഒരാളും ആ അമ്മയോട് കല്യാണം കഴിക്കണം എന്ന് ആവശ്യപ്പെടാത്ത വിധത്തിൽ വിരൂപിയാക്കി തീർത്തു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി ശൂർപ്പണഖയ്ക്ക് നല്ലൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന വരുമോ? കാരണം അംഗങ്ങളൊന്നും പൂർണ്ണമായിട്ടില്ലാത്തവളെ ആരാ സ്വീകരിക്കുക? അപ്പൊ അങ്ങനെ വിരൂപിയാക്കി തീർത്തു. ഇതൊക്കെ ക്ഷത്രിയന്മാര് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ, ക്ഷത്രിയന്മാർക്ക് അങ്ങനെയൊക്കെ വിധിച്ചിട്ടുണ്ട് എങ്കിൽ, എന്നാൽ ശുദ്ധ, അതായത് സത്വഗുണപ്രധാനിയായിട്ട് ബ്രാഹ്മണനായിട്ടും അവതരിച്ചില്ലേ ഈ കറുത്ത നിറത്തിലുള്ള കൃഷ്ണൻ? എപ്പോ? വാമനനായിട്ട്. ആ വാമനനായിട്ട് ഒരു കുഞ്ഞു കുട്ടിയുടെ വേഷത്തില് ആ മഹാബലിയുടെ മുന്നിൽ ചെന്നിട്ട് ഒരു ചെറിയൊരു പാത്രവും നീട്ടിയിട്ടേ 3 അടി തരൂ എന്ന് അപേക്ഷിച്ചു എന്നാണ്. തരാമെന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്തത്? ശരിക്ക് ബലിയെ തന്നെ ബലിയാക്കി ഇല്ലേ? അതാണ് ഇവിടെ പറയണത്. ആ ത്രിവിക്രമ സ്വരൂപത്തിൽ വളർന്ന് സകലതും അളന്നെടുത്തു മഹാബലിയെ തന്നെ. അപ്പോ ഇങ്ങനെ മഹാബലിയുടെ യാഗത്തിൽ ചെന്ന് സർവസ്വം അപഹരിച്ച ശേഷം അദ്ദേഹത്തെ നിഷ്കരണം ബന്ധിച്ചില്ലേ? അത് ആ കറുത്ത നിറത്തിലുള്ള വാമനല്ലേ? അപ്പോ ഈ നീല നിറക്കാര് അല്ലെങ്കിൽ കറുത്ത നിറക്കാര് പൊതുവെ ഹൃദയശൂന്യന്മാരാണ്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങളുടെ അവസ്ഥ എന്താ? ശരിക്ക് ആ കറുത്ത നിറക്കാരന്റെ കാര്യങ്ങളെ കുറിച്ച് അതായത് ഞങ്ങൾക്ക് ചിന്തിക്കാതിരിക്കാനും കൂടെ വയ്യ എന്നാണ് അവര് പറയുന്നത് അല്ലെ. ഏതനു ചരിതലീല, അതായത് ആ യതന ചരിതലീല കർണപീയൂഷ വിപ്രുൾ സകൃതന വിദൂതാധർമാവിനഷ്ട സപതി ഗൃഹകുടുംബം ദീനമുത്സൃജ്യ ദീനാപഹവൈഹ വിഹങ്കാഭിക്ഷുചര്യാം ചരന്തി. അപ്പൊ ഇങ്ങനെ മഹാബലിയുടെ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴും ശ്രീരാമന്റെ കാര്യത്തെ കുറിച്ച് ഓർക്കുമ്പോഴും ഈ ശരിക്ക് ആ കറുത്ത നിറക്കാരനുമായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇപ്പോ ഈ കൃഷ്ണൻ ഇപ്പൊ ഞങ്ങളെ ഉപേക്ഷിച്ച ഈ സന്ദർഭം കൊണ്ടും ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്താ ഞങ്ങൾ ചെയ്യുക? ആ കൃഷ്ണന്റെ കഥാസാരത്തെ അല്ലെങ്കിൽ കൃഷ്ണന്റെ കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് അവരുടെ ഭാവം എന്നാണ്. അവന്റെ ശരിക്ക് ആ കൃഷ്ണനെ, അതായത് കൃഷ്ണനെ മാത്രമല്ല ഇപ്പൊ ഇവരോട് കുറ്റം പറയണത്, ഈ കൃഷ്ണന്റെ മഹാത്മ്യങ്ങൾ പാടിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അതായത് അവരും ശരിക്കും എന്താ അവരുടെ അതായത് കൃഷ്ണനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ പോലും നിർദ്ധയരായിട്ടാണ് മാറുന്നത്. എന്താ അത്? അതായത് എത്ര ആളുകളാണ് ആ കൃഷ്ണന്റെ മഹാത്മ്യങ്ങള് ആ മഹാത്മാക്കളുടെ മുഖത്തു നിന്ന് കേട്ടിട്ട് അവരുടെ വാക്കും വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആ അമൃതതുല്യമായിട്ടുള്ള ആ അതായത് കൃഷ്ണകഥകൾ കേട്ടിട്ട് എത്രയോ ആളുകള് ഭാര്യ, പുത്രൻ, ഗൃഹം ഇവയിലുള്ള സ്നേഹത്തെയൊക്കെ നിശേഷം ഉപേക്ഷിച്ച് ഭിക്ഷുചര്യാം ചരന്തി, ശരിക്കും ഭിക്ഷുക്കളെ പോലെ ഇങ്ങനെ അലിയ അല്ലെ. കൃഷ്ണന്റെ മഹാത്മ്യം ശരിയായിട്ട് മനസ്സിലാക്കി അതിൽ താല്പര്യം വന്നാൽ പിന്നെ എല്ലാം ഉപേക്ഷിക്കും. ആദ്യമൊക്കെ ഈ സപ്താഹത്തിനൊക്കെ വരുമ്പോ ആ ലീവുള്ള ദിവസങ്ങളിലാണ് ചെന്ന് കയറുക. ലീവുള്ള ദിവസങ്ങളിൽ സൺഡേയിലൊക്കെ കയറി ആ സപ്താഹം കുറച്ച് കേട്ടാൽ തോന്നും എന്നാ ഇനി തിങ്കളാഴ്ച ലീവ് എടുത്തിട്ട് കേട്ടാലോ. ആ തിങ്കളാഴ്ച ലീവ് എടുത്ത് കേട്ടാൽ തോന്നും എന്നാ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ കൂടെ മുഴുവനും അങ്ങ് ലീവ് എടുത്ത് ആ ഒരു സപ്താഹം പൂർണ്ണമായിട്ട് കേൾക്കണം. ഒരു സപ്താഹം പൂർണ്ണമായിട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ തോന്നും അടുത്ത സപ്താഹവും കൂടെ കേൾക്കണം. അപ്പൊ പിന്നെ ജോലി ഒരു തടസ്സമായിട്ട് തോന്നും. അപ്പൊ എന്ത് ചെയ്യും? ജോലി വേണ്ടാന്നും പറഞ്ഞ് എഴുതി കൊടുത്ത് പിന്നെ ആ ഭാഗവതമായിട്ട് ഇങ്ങനെ ഭിക്ഷുചര്യാം ചരന്തി. അവർക്ക് പിന്നെ മറ്റു ചിന്തകളൊന്നുമില്ല. ഭാര്യ ആവോ, മക്കള് എന്തോ, വീട് അതിന്റെ കാര്യം അറിയില്ല, പിന്നെ കൃഷ്ണന്റെ കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ കൃഷ്ണന്റെ വാക്കുകള്, കൃഷ്ണന്റെ കഥകള് ആ ഭക്തന്മാരിൽ നിന്ന് കേട്ട, ആ ഭക്തന്മാര് പോലും നിർദ്ധയന്മാരാണ്. അവരിൽ നിന്ന് കഥ കേട്ട എത്രയോ ആളുകള് ശരിക്കും ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെ പോലെ ഇപ്പോ ആ ഭിക്ഷുക്കളെ പോലെ അലഞ്ഞുകൊണ്ട് നടക്കുകയാണ്.
ഇതൊക്കെ ശരിക്കും ആ കൃഷ്ണ ആ ഭാവം കൊണ്ട് ഉണ്ടാകുന്ന അനുഭവങ്ങളെ അവര് ആ പരിഭവം കലർന്ന സ്വരത്തിൽ പറയുകയാണ്, അല്ലാണ്ട് അതിനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വയമൃത വിവജിഗ്മവ്യാഹൃതം ശബ്ദാനാകുലുകരിതമിവ അജ്ഞാ കൃഷ്ണബദ്ധോഹരിണ്യ. ഇപ്പോ അജ്ഞകളായിട്ട് ശരിക്ക് ആ കൃഷ്ണമൃഗത്തിന്റെ, അതായത് വേടന്റെ പാട്ട് കേട്ടിട്ട് ഞങ്ങളെ ഇവിടെ പറയണ അവര്, ഞങ്ങളെ പറഞ്ഞാൽ മതി, ഇപ്പൊ കൃഷ്ണനെ ഒന്നും കുറ്റം പറയേണ്ട കാര്യമില്ല. വേടന്റെ പാട്ട് കേട്ട് മയങ്ങി വലയിൽ ചെന്ന് വീണ മാനിന്റെ ഗതിയായി ഇപ്പൊ ഞങ്ങൾക്കും. കൃഷ്ണന്റെ മധുരമധുരമായിട്ടുള്ള ഓരോ വാക്കും വിശ്വസിച്ച് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹത്തെ സർവാത്മന ആശ്രയിച്ചു. അങ്ങനെയുള്ള ഞങ്ങളെ വെറും ഒരു ശൂന്യതയിലേക്ക് തള്ളി കൃഷ്ണൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയില്ലേ. ശരിക്കിപ്പോ നിരാശയില് ആ മുഴുകി കഴിയാണ് ഞങ്ങള്. അതുകൊണ്ട് ഇനി നീ കൃഷ്ണനെ പറ്റി ഒന്നും പറയണ്ട, മറ്റു വല്ല വർത്തമാനം ഉണ്ടെങ്കിൽ പറയൂ. കാരണം കൃഷ്ണനെ പറ്റി പറയുന്ന സമയത്ത് ദുഃഖം കൂടി വരികയാണ് എന്നാണ്. അതുകൊണ്ട് ആ ഭണ്യത മന്യവാർത്ത, മറ്റു വർത്തമാനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്നാണ്. പിന്നെ അവരുടെ ആ പരിഭവമൊക്കെ ഒന്ന് പോയി. പിന്നെ ഒരു അനുനയ ഭാവത്തിലാണ് പിന്നെ അടുത്ത ആ ശ്ലോകത്തിൽ പറയുക. നേരത്തെ കള്ളന്റെ കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു അവര്. പക്ഷെ ഇപ്പോ പ്രിയ സഖ, പിന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് എന്നാണ്. പ്രിയ സഖ പുനരാഗ പ്രേസ പ്രേക്ഷിതക്കിം വരയകിമരുന്ധേ മാനിനീയോസിമേഘ നയസി കഥമിഹാസ്മൻ ദുസ്തജദ്വന്ദ്വപാർശം സതതമരസി സൗമ്യ ശ്രീവധൂർഗതാഗമാസ്തേ. പിന്നെ വണ്ട് കുറച്ചു ദൂരെ പോയിട്ട് വീണ്ടും വരുന്നത് കണ്ടപ്പോ അവരുടെ പരിഭവമൊക്കെ അവര് മാറ്റി വെച്ചിട്ട് വണ്ടിനോട് പറയുകയാണ്, അല്ലയോ പ്രിയ സഖേ, ഞങ്ങളുടെ പരമപ്രേമത്തിന് നിദാനമായിട്ടുള്ള ആ കൃഷ്ണന്റെ ദൂതനായിട്ടുള്ള നിന്നെ ഞങ്ങള് ബഹുമാനിക്കുന്നു. ഞങ്ങളെ കൃഷ്ണന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം എന്നാണോ നീ പറയണത് എങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. കാരണം കൃഷ്ണന്റെ മാർഗത്തില് എപ്പോഴും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഇല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല. ഞങ്ങൾക്ക് ഒരു കാര്യം അറിഞ്ഞാൽ മതി, എന്താ, കൃഷ്ണന് സുഖാണോ അത് മാത്രം അറിയണ്ടു. കൃഷ്ണൻ സുഖമായിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെന്ന് കേട്ടാൽ ഞങ്ങൾക്ക് സന്തോഷമാകും. ഇപ്പൊ ഇവിടെ ആ മധുപുരിയിലെ അഭിപത മധുപുര്യാം ആര്യപുത്രാധുനാസ്തേ സ്മരതി സ്മരതിത പിതൃഗേഹാൻ സൗമ്യ ബന്ധുഞ്ച ഗോപാൻ. അപ്പൊ ഇവിടെ മധുരയിൽ തന്നെ സുഖമായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്, സന്തോഷം. ഇപ്പൊ അവിടെ സൗമ്യരായിട്ടുള്ള ബന്ധുക്കളും അച്ഛനമ്മമാരും വീടും ഒക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയുകയാണ്. അപ്പോഴും ഞങ്ങളെയോ ഇവിടെ, അതായത് നന്ദ ഗോപനെയോ യശോദാദേവിയെയോ അതുപോലെ തന്നെ ആ ഗോപന്മാരെയോ ഞങ്ങളെയോ എപ്പോഴെങ്കിലും ദാസിമാരായിട്ടുള്ള ഞങ്ങളുടെ വൃത്താന്തങ്ങളെ എപ്പോഴെങ്കിലും കൃഷ്ണൻ പറയുന്നുണ്ടോ? അത് ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി. അത് വെറുതെ തമാശക്കായിട്ടാണെങ്കിലും വെറുതെ വല്ല വർത്തമാനങ്ങളൊക്കെ പറയണതിന്റെ കൂട്ടത്തില് അതായത് മധുരയിൽ കുറച്ച് ആളുകളുണ്ട്, ആ ഗോപന്മാരും ഗോപസ്ത്രീകളും അല്ലെങ്കിൽ അവിടുത്തെ യശോദാനന്ദന്മാരുടെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഞങ്ങളെ കുറിച്ച് ഒന്ന് കൃഷ്ണൻ ഓർക്കാറുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിൽ തരും. അതുകൊണ്ട് അത് എപ്പോഴെങ്കിലും ഞങ്ങളെ കുറിച്ച് ഓർക്കണുണ്ടോ എന്നാണ്. പിന്നെ ഞങ്ങൾക്കൊരു മോഹമുണ്ട്, എന്താ, അതായത് അഗരവിനേക്കാളും സുഗന്ധമുള്ള ആ കൈകളെ ഞങ്ങളുടെ ശിരസിൽ ഇനി എപ്പോഴെങ്കിലും വെക്കാനായിട്ട് കൃഷ്ണൻ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ഇത് മാത്രം ഞങ്ങൾക്ക് ആ സുഗന്ധം വമിക്കുന്ന തൃക്കൈകള് എന്നാണ് ഞങ്ങളുടെ ആ ശിരസില് പതിയാനുള്ള ഭാഗ്യം ഉണ്ടാവുക എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നാണ്. ഇങ്ങനെയുള്ള ആ ഗോപസ്ത്രീകളുടെ ആ കൃഷ്ണ പ്രേമത്തിന്റെ ആ ആഴം ശരിക്കും മനസ്സിലാക്കുകയാണ് ആ വാക്കുകളിലൂടെ ഉദ്ധവൻ. അപ്പൊ ഉദ്ധവന് കാര്യം മനസ്സിലായി എന്നാണ്. ഉദ്ധവൻ ശരിക്കും കൃഷ്ണന്റെ പരമാത്മ തത്വത്തെ, ആ വാസ്തവ സ്വരൂപത്തെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. ഇവരാണെങ്കിൽ ആ മനസ്സിലാക്കാനുള്ള യാതൊരു തരത്തിലുള്ള ക്വാളിഫിക്കേഷൻസും ഇല്ലാത്ത ആളുകളാണ് ഈ ഗോപസ്ത്രീകൾ. അവര് എല്ലാവിധ യോഗ്യതകളുള്ള താൻ മനസ്സിലാക്കിയതിനേക്കാളും കേമായിട്ട് അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് അവർ എത്തിയിരിക്കണോ എന്ന് ഇപ്പൊ ഉദ്ധവന് മനസ്സിലായി എന്നാണ്. അപ്പോ ആ ഗോപികള് ശരിക്കും പ്രേമ ഭക്തി രസത്തോടു കൂടി പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോ അവരുടെ മനസ്സില് ആ കൃഷ്ണനെ കാണാനുള്ള ആഗ്രഹം, അതിന്റെ ആഴം എത്രയുണ്ട് എന്ന് അവർക്ക്, അതായത് ഉദ്ധവന് ശരിക്കും മനസ്സിലായി. കൃഷ്ണനെ കാണാനുള്ള ആ തീവ്രമായിട്ടുള്ള അഭിലാഷമാണ് അവരുടെ ആ പരിഭവ വാക്കുകളുടെ പിന്നിലെ ഭാവം എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഉദ്ധവൻ അവർക്ക് പ്രാണാധിക പ്രിയനായിട്ടുള്ള കൃഷ്ണന്റെ സന്ദേശത്തെ കേൾപ്പിക്കുകയാണ്. അവരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ഉദ്ധവൻ പറയുകയാണ്, ഉദ്ധവൻ നോക്കൂ,
ആ ഗോപസ്ത്രീകൾക്ക് കൊടുക്കുന്ന വിശേഷണമാണ് അവിടെ. എന്താ? അഹോ യൂയസ്മ പൂർണാർത്ഥ ഭവത്യോ ലോകപൂജിത പറയണം. പൂർണാർത്ഥകളെ അവിടെ വിളിക്കുന്നത് എന്നാണ്. എന്താ ഈ പൂർണാർത്ഥം? ഇവിടെ തൃതീയ സ്കന്ധത്തില് ഉദ്ധവനും വിതുരനും തമ്മിൽ കാളിന്തി തീരത്ത് വെച്ച് കാണുമ്പോ വിതുരൻ കണ്ട ഉദ്ധവനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ശുഗമ. അതായത് കഥ പറയുമ്പോ എന്താ പറഞ്ഞത്? അതായത് വിതുരൻ പൂർണ്ണ ലക്ഷിതോ, അതായത് എനിക്ക് ആ ശ്ലോകം ഓർമ്മ വരുന്നില്ല. പൂർണാർത്ഥത്തെ കണ്ടു വിതുരൻ എന്നാ പറയണത്. കാരണം ഉദ്ധവനെ വിതുരൻ അതിന്റെ മുമ്പേ പലതവണ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സാധാരണ ഒരു മനുഷ്യഭാവത്തിലാണ്. ഇപ്പൊ അങ്ങനെയല്ല കാണുന്നത്. പൂർണാർത്ഥോ ലക്ഷിതസ്തേന എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പൂർണാർത്ഥത്തെയാണ് വിതുരൻ ഉദ്ധവനിൽ കാണുന്നത്. എന്താ ഈ പൂർണാർത്ഥം? അതായത് വേദങ്ങള് മഹാവാക്യങ്ങളെ കൊണ്ട് ഏതൊന്നിനെയാണോ സാധൂകരിക്കുന്നത് ആ ഭാവത്തെ പൂർണ്ണമായിട്ട് അനുഭവിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഭാവത്തിൽ എത്തിയിട്ടുള്ള ആ ഉദ്ധവനെ അല്ലെങ്കിൽ ആ പൂർണാർത്ഥത്തെ കാണുകയാണ് വിതുരൻ ഉദ്ധവനിലൂടെ. അപ്പൊ വിതുരൻ അല്ലെങ്കിൽ ഉദ്ധവൻ ആ നിലയിൽ എത്തിയ ആളാണ്. ആ നിലയിൽ എത്തിയ ആൾക്ക് ആ നില അനുഭവിക്കുന്ന മറ്റാളുകളെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഉദ്ധവന്റെയും ഗോപസ്ത്രീകളുടെയും നില രണ്ടല്ല. ഉദ്ധവനിൽ വെച്ച് വേണിച്ചാൽ ഇനി കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഒരു പടി കൂടെ ഉയർന്ന തരക്കാരാണ് ഈ ഗോപസ്ത്രീകള്. പക്ഷെ അവർക്ക് അതിനുള്ള ബാഹ്യമായിട്ടുള്ള യോഗ്യതകൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നില്ല. ഉദ്ധവൻ ആ യോഗ്യതകളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞു. അതായത് ഉഷ്ണീന പ്രബലോ മന്ത്രി കൃഷ്ണസ്യ ദൈതസഖ ശിഷ്യോ ബൃഹസ്പതി സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ യോഗ്യതകളാണ്. പക്ഷെ ആ യോഗ്യതകളൊന്നും ഇല്ലാത്ത ആളുകളാണ് ഈ ഗോപസ്ത്രീകള്. അവര് ശരിക്കും നിരതിശയമായിട്ടുള്ള ആ ഭഗവത് പ്രേമം കൊണ്ട് ഉദ്ധവനേക്കാളും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോ എത്രത്തോളം ഉണ്ട് ആ ഗോപികളുടെ ആ പരമപ്രേമത്തിന്റെ അവസ്ഥ ഭഗവാനോട്. അതാണ് ആ ഭക്തി എന്ന് വെച്ച പരമപ്രേമം തന്നെ. ആ പരമപ്രേമത്തില് താനില്ല, പ്രേമിക്കുന്ന വസ്തു മാത്രം, ആ ഒരു നിലയിലാണ്. അതാണ് ആ പ്രേമത്തിന്റെ ശരിയായിട്ടുള്ള ഭാവം. ഇവിടെ ആ ഉദ്ധവൻ തനിക്കുണ്ടായിട്ടുള്ള അനുഭവത്തെ തന്നെ ആ ഗോപസ്ത്രീകളിലൂടെ കാണുകയാണ്. അതുകൊണ്ടാണ് അവിടെ ആ ഗോപസ്ത്രീകളെ പൂർണാർത്ഥങ്ങളാണ് എന്ന് പറയാൻ കാരണം. ശരിക്കും അറിയേണ്ടതിനെ പൂർണ്ണമായിട്ട് അറിഞ്ഞ് അനുഭവിച്ചു കൂട്ടല്, അതാണ് അതിന്റെ അർത്ഥം. വേറെ അറിയേണ്ടത് ആത്മഭാവത്തെ ശരിക്കത് അറിഞ്ഞിരിക്കണോ. പക്ഷെ അവര് ആത്മാവാണെന്ന് അറിഞ്ഞിട്ടൊന്നും അല്ല കൃഷ്ണനെ സ്നേഹിച്ചത്. പക്ഷെ അവര് ആ ഭാവത്തിൽ എത്തി. അതാണ് ആ ഭഗവാന്റെ പ്രഭാവം. അഹോ യൂയസ്മ പൂർണാർത്ഥ ഭവത്യോ ലോകപൂജിത വാസുദേവേ ഭഗവതി വ്യാസ്യാമിത്യർപ്പിതം മന പറഞ്ഞു. ആശ്ചര്യം തന്നെ. എന്താ? അതെ, അതായത് അല്ലയോ ഗോപികളെ, നിങ്ങൾ മനുഷ്യജീവിതത്തിന്റെ പരമലക്ഷ്യം നേടിയവരാണ്. ലോകർക്കെല്ലാവർക്കും പൂജ്യകളാണ് നിങ്ങള്. ഭഗവാൻ വാസുദേവനില് നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സുറച്ച് കിട്ടിയില്ലേ? സാധാരണ ഇങ്ങനെയുള്ള മനസ്സ് അല്ലെങ്കിൽ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കണമെങ്കിൽ ഒരുപാട് അനുഷ്ഠാനങ്ങൾ ചെയ്യണം. എന്താ അനുഷ്ഠാനങ്ങള്? ദാനം, വ്രത, തപോ, ഹോമാജപ, സ്വാധ്യായ, സംയമൈ, ശ്രേയോഭിർവിവിധൈചാന്യൈ കൃഷ്ണേ ഭക്തി ഋഷി സാധ്യതേ. ശരിക്ക് ഇങ്ങനെയുള്ള ഭക്തിയൊക്കെ എങ്ങനെ ഉണ്ടാവുള്ളൂ? അനവധി കാലം നിഷ്ഠയോടുകൂടി ദാനം, വ്രതം, തപസ്, ഹോമം, ജപം, വേദപാരായണം, ഇന്ദ്രിയ ജയം, ഇവ കൊണ്ടൊക്കെ സാധിക്കേണ്ടത് കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവലാണ്. അപ്പൊ നിരന്തരമായിട്ട് നിഷ്ഠയോടുകൂടി ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യുമ്പോഴാണ് കൃഷ്ണനിൽ ഭക്തി ഉണ്ടാവുക. ആ പുണ്യത്തെ വളർത്തുന്ന കീർത്തിയോട് കൂടിയിട്ടുള്ള ഭഗവത്യുത്തമ ശ്ലോകെ ഭവതി വിരനുത്തമ ഭക്തി പ്രവർത്തിതാദിഷ്ട്യ മുനീനാം അഭിദുർലഭ അറിയാണ്. ആ പുണ്യത്തെ വളർത്തുന്ന കീർത്തിയോട് കൂടിയിട്ടുള്ള ഭഗവാനില് ഭാഗ്യം കൊണ്ട് നിങ്ങൾക്ക് അത്യുത്തമമായിട്ടുള്ള ഭക്തി ഉണ്ടായി കഴിഞ്ഞു. ഇങ്ങനെയുള്ള ആ ഭക്തി മുനിമാർക്ക് പോലും ദുർലഭമാണ് എന്നാണ്. നോക്കൂ, അപ്പൊ മുനിമാരെക്കാളും ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു ആര്? ഗോപസ്ത്രീകള്. ഇവിടെ പറയണ ദിഷ്ട്യ പുത്രാൻ പതിയും ദേഹാൻ സ്വജനാൻ ഭവനാനിജ ഹിത്വാ വൃണീതയൂയം യൽ കൃഷ്ണാഖ്യം പുരുഷം പരം. അതായത് ആ കൃഷ്ണനെ അനുഭവിക്കാനായിട്ട് നിങ്ങൾ ശരിക്കും സംസാര ബന്ധത്തിന് കാരണമായിട്ടുള്ള എല്ലാറ്റിനെയും പുത്രന്മാര്, ഭർത്താവ്, ശരീരം, സ്വന്തക്കാര്, വീട്, ഇവരിൽ എല്ലാറ്റിലും ഉള്ള സ്നേഹത്തെ നിശേഷം ഉപേക്ഷിച്ചിട്ട് പരമപുരുഷനായിട്ടുള്ള കൃഷ്ണനെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും സുഹൃതം കൊണ്ടാണ്, ഭാഗ്യം കൊണ്ടാണ്.
ഭഗവാൻ കൃഷ്ണനില് നിങ്ങൾക്ക് സർവോത്കൃഷ്ടമായിട്ടുള്ള ഏകാന്ത ഭക്തി ശരിക്കും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതന്നെയാണ് നിങ്ങളുടെ ഭാഗ്യം. സർവാത്മഭാവോധികൃതോ ഭവതീനാം അധോക്ഷജേ വിരഹേണ മഹാഭാഗ മഹാന്മേനുഗ്രഹകൃത. ശരിക്കും ഏകാന്ത ഭക്തി തന്നെ നിങ്ങൾക്ക് ലഭിച്ചു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്തി. നിങ്ങൾക്ക് കൃഷ്ണനോടുണ്ടായിട്ടുള്ള വിരഹം എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ്, നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് കൃഷ്ണനെ പിരിഞ്ഞ് ജീവിക്കേണ്ടി വന്നത് കൊണ്ടല്ലേ ഇത്രയും ദൃഢമായിട്ടുള്ള ഭക്തി കൃഷ്ണനിൽ ഉണ്ടായത്. അപ്പൊ നിങ്ങളുടെ ആ ഭക്തി ഉത്കർഷത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞതും അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ കൃഷ്ണന്റെ ഒരു സന്ദേശമായിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങള് ശരിക്കും ഭാഗ്യവതികളാണ് എന്നാണ്. ഭഗവാനില്ലാത്ത തരത്തില് ഭക്തി ഉണ്ടാവുക, ആ പരമപ്രേമ ഭക്തി എന്താണ് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. സാ തസ്മിൻ പരമപ്രേമരൂപ. അതാണ് ഭക്തിയുടെ നാരദ മഹർഷി ഭക്തി സൂത്രത്തിൽ പറയുക. ഇപ്പൊ ശരിക്ക് അത് നിങ്ങളിലൂടെ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പൊ നമ്മള് എന്തൊക്കെ ശാസ്ത്രം പഠിച്ചാലും ഏതൊക്കെ തരത്തിൽ ഉയരത്തിൽ പോയാലും നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ താഴെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം, അതിന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം നമ്മള്. ഇപ്പോ ആ ജ്ഞാനത്തിന്റെ മറുകര കണ്ട ആളാണ് ഉദ്ധവൻ. പക്ഷെ പരമപ്രേമ ഭക്തി എന്താണ്, അത് ജ്ഞാനത്തെക്കാളും ഉത്കൃഷ്ടമാണ് എന്ന് നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നു എന്നാണ്. നിങ്ങളുടെ ഈ വിരഹം കണ്ടത് എനിക്ക് ലഭിച്ച ഭാഗ്യം. യഥാർത്ഥ ഭക്തിയുടെ സ്വരൂപം എന്താണെന്ന് എനിക്കിപ്പോ കാണാൻ കഴിഞ്ഞു. കാരണം എന്താണ് യഥാർത്ഥ ഭക്തി? ഈ ലോകവുമായിട്ടുള്ള ഒരു ബന്ധവും മനസ്സിന് ഇല്ലാത്ത ഒരവസ്ഥ. അതായത് ഈ ലോകത്തിൽ ഒരു പദാർത്ഥത്തോടും ആഗ്രഹവും ഇല്ലാതെ ഭഗവാനെ തന്നെ പൂർണ്ണമായിട്ട് അനുഭവിച്ച് ആ സംതൃപ്തി അടയണം എന്നുള്ള ഭാവം എന്നാണ്. സ്വയതാം പ്രിയ സന്ദേശോ ഭവതീനാം സുഗാവഹ യാമാതായ ഗതോ ഭദ്ര അഹം ഭർത്തുരഹസ്കര. അല്ലയോ ആ ഗോപികളെ, ആ കൃഷ്ണന്റെ ഒരു സന്ദേശമായിട്ട് അതായത് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ്. ആ സന്ദേശത്തെ ഞാൻ പറയാം, നിങ്ങളത് കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തതായിട്ടുള്ള ആ സന്ദേശം അവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എന്നാണ്. എന്താ സന്ദേശത്തിന്റെ കാതല്? അത് ഒരു ശ്ലോകം നമുക്ക് നോക്കിയിട്ട് നമുക്കിവിടെ സമർപ്പിക്കാം. ഭഗവാൻ പറയുന്നു, ഭവതീനാം വിയോഗോമേ നഹി സർവാത്മനാ കുജിൽ യഥാ ഭൂതാനി ഭൂതേഷു കം വായു അഗ്നിർ ജലം മഹി തഥാഹം ച മനഃപ്രാണ ഭൂതേന്ദ്രിയ ഗുണാശ്രയ. അതായത് ഭഗവാൻ പറയുകയാണ്, ഗോപികളെ, നിങ്ങൾക്ക് എന്നോടുള്ള വിരഹം ഒരു വിധത്തിലും സംഭവിക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് ശരിക്കും പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ഭഗവാനെ വിട്ട് ഈ ലോകത്തിൽ ആർക്കും ഒരു നിലനിൽപ്പില്ല. അപ്പൊ ഭഗവാൻ അവരിൽ നിന്ന് വിട്ടു നിൽക്കണു എന്ന ഭഗവാന്റെ വിരഹം ഒരിക്കലും സംഭവിക്കില്ല. നമ്മളിൽ നിന്ന് ഈശ്വരൻ വിട്ടു നിൽക്കണില്ല. ഈശ്വരൻ വിട്ടു നിന്ന പിന്നെ നമ്മളില്ലല്ലോ. എന്താ അതിന് ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ടവയാണ് ലോകത്തിലെ എല്ലാ ശരീരങ്ങളും. അപ്പൊ എല്ലാ ശരീരങ്ങൾക്കും അടിസ്ഥാനം പഞ്ചഭൂതങ്ങളാണ്. ഈ പഞ്ചഭൂതങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ശരീരങ്ങളില്ല, ശരീരത്തിന് നിലനിൽപ്പില്ല. ഈ ആഭരണങ്ങൾക്ക് സ്വർണത്തെ വിട്ടിട്ട് നിലനിൽപ്പില്ലാത്തതുപോലെ ഈ ലോകത്തിലെ ജീവജാലങ്ങൾക്ക് പഞ്ചഭൂതങ്ങളെ വിട്ടിട്ട് നിലനിൽപ്പില്ല. അപ്പോ ഇതുപോലെ ഭഗവാനെ വിട്ടിട്ട് ഈ ലോകത്തിൽ ഒരു ജീവജാലങ്ങൾക്ക് നിലനിൽപ്പില്ല. അതായത് സർവാത്മാവായിരിക്കുന്ന എന്നോട് ഭവതികൾക്ക് ഒരിക്കലും വേർപാടുണ്ടായിട്ടില്ല. ഈ പഞ്ചഭൂതങ്ങൾ എപ്രകാരം സർവഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നുവോ അതുപോലെ മനസ്സ്, പ്രാണൻ, ഇന്ദ്രിയങ്ങള്, ഈ അതുപോലെ തന്നെ അതിന്റെ ആശ്രയസ്ഥാനം, ഇതൊക്കെ ഞാൻ തന്നെയാണ്. അതായത് നിങ്ങളിൽ നിന്ന് ഞാൻ ഒരിക്കലും വേറിട്ട് നിൽക്കുന്ന ആളല്ല. അതായത് ജീവജാലങ്ങൾക്ക് പഞ്ചഭൂതങ്ങളെ വിട്ട് നിലനിൽപ്പില്ല. പഞ്ചഭൂതങ്ങൾ പോലും ഉണ്ടായി നിലനിന്ന് നശിക്കുന്നത് ആത്മാവായിട്ട് എന്നിലാണ്. അപ്പൊ എന്നിൽ നിന്ന് അന്യമായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല. ഞാനാണ് എല്ലാമായിട്ടിരിക്കുന്നത്. നോക്കൂ, ആത്മനാത്മാനം സൃജേ ഹെമനുപാലയെ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയ ഗുണാത്മന. അതായത് ആത്മാവായിട്ടുള്ള എന്നിലാണ് ഈ അതായത് എല്ലാ ജീവജാലങ്ങളും നിൽക്കുന്നത്. നിങ്ങളുടെ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങള്, ശരീരം ഇവയൊക്കെ ആയിട്ട് തോന്നപ്പെടുന്നതും ആത്മാവായിട്ടുള്ള ഞാനാണ്. ആത്മാവ് തന്നെയാണ് ബുദ്ധിയായിട്ടും മനസ്സായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും ഒക്കെ ആത്മാവിന്റെ സാന്നിധ്യം കൊണ്ടാണ് നമുക്കതൊക്കെ സത്യമായിട്ട് തോന്നുന്നത്. ഞാൻ എൻ്റെ മായയുടെ മഹിമ കൊണ്ട് എന്നില്
എന്നെ തന്നെ പഞ്ചഭൂതങ്ങള്, ഇന്ദ്രിയങ്ങള്, അവയുടെ ഗുണങ്ങളായിട്ടുള്ള ശബ്ദാദി വിഷയങ്ങള് ഈ രൂപത്തോടുകൂടി ജീവജാലങ്ങളെ സൃഷ്ടിക്കണു. അതുപോലെ ഞാൻ തന്നെ രക്ഷിക്കണു. ആ കാലം ആകുമ്പോ ഞാൻ തന്നെ സംഹരിക്കണു. ഇതാണ് ആത്മാവായിട്ടുള്ള ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആത്മാവിന്റെ സ്വഭാവം എന്താണെന്നാണ് ഇനി അടുത്ത ആ ശ്ലോകങ്ങളിൽ പറയുന്നത്. ആത്മാവിന്റെ സ്വരൂപം, ആത്മാവ് ജ്ഞാന സ്വരൂപനാണ് എന്ന് കാണിക്കുന്ന ആ ഭാവം അത് നമുക്കിനി അടുത്ത ദിവസം അനുസ്മരിക്കാം. ഏതായാലും നാളെ ഇതിന്റെ അതായത് ആ ഭഗവാന്റെ സന്ദേശം ആ ഗോപികളെ കേൾപ്പിക്കുന്നതും പിന്നെ ഗോപികൾ ഉദ്ധവനുമായിട്ട് 9 മാസക്കാലമാണ് ഇനി ആ ഗോകുലത്തില് ഭഗവാന്റെ മാഹാത്മ്യങ്ങളും കേട്ട് ഭഗവാന്റെ പ്രഭാവം പറഞ്ഞു കൊടുത്ത് അവിടെ കൂടുന്നത്. സമയം പോണ അതായത് കാലം പോണതേ അറിയണില്ല. പിന്നെ അവിടുന്ന് തിരിച്ച് ഉദ്ധവൻ ആ ഗോകുലത്തിൽ നിന്ന് മധുരയിലേക്കുള്ള ആ പോക്കും ആ ഗോപസ്ത്രീകളുടെ സന്ദേശമായിട്ട് പോണ ആ ഭാവമൊക്കെയാണ്. അത് നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം. ഏതായാലും ഇന്ന് ഇവിടെ സമർപ്പണം, അതായത് ഇന്നത്തെ യജ്ഞ സമർപ്പണം നടത്തി ധന്യരായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യരായിട്ടുള്ള മഹാത്മാക്കളാണ് രാധിക ശ്രീപ്രകാശ് ചതയം നക്ഷത്രം. അവരാണ് ഇന്നത്തെ യജ്ഞ സമർപ്പണം നിർവഹിച്ചത്. തീർച്ചയായിട്ടും അവർക്ക് പൂർവ്വജന്മത്തിൽ ചെയ്ത സുഹൃതത്തിന്റെ പ്രഭാവം കൊണ്ട് മാത്രമാണ് ഇന്നിങ്ങനെ ഒരു സൽക്കർമ്മം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ആ ഭഗവാന്റെ അനുഗ്രഹം പൂർണ്ണമായിട്ടും അവർക്കും അവരുടെ കുടുംബത്തിനും ആ വംശത്തിന് തന്നെ മേൽക്കുമേൽ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഉണ്ടാവട്ടെ എന്ന് ഈ സത്സംഗം കേൾക്കുന്ന ഓരോ ശ്രോതാവും ആ മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏതൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണോ ഈ യജ്ഞസമർപ്പണം നടത്തിയത് അവർക്ക് ആ ആഗ്രഹം ശ്രീ ഗുരുവായൂരപ്പൻ സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവിയില് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇങ്ങനെയുള്ള സമർപ്പണാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം വീണ്ടും വീണ്ടും ആർജിക്കുവാൻ അവർക്ക് അതിനുള്ള സന്മനസ്സും കഴിവും ഭഗവാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്നത്തെ ഈ സത്സംഗം ഭഗവത് പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കാം. നാളെ അതായത് 31ാമത്തെ ശ്ലോകം മുതലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അനുസ്മരിക്കാം. ഇപ്പൊ 30 വരെയുള്ള ശ്ലോകങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. ഇത് കുറച്ചിനി കുറെ വേദാന്ത തത്വങ്ങളൊക്കെയാണ് ഇനി അടുത്ത് പറയുന്നത്. അപ്പൊ അത് കുറച്ചധികം ഉണ്ട്. അത് നാളത്തെ കൂടെ പ്രഭാഷണത്തിൽ അത് പൂർണ്ണമാവുള്ളൂ. ഏതായാലും നമുക്ക് ഇന്നത്തെ സത്സംഗം ഭഗവത് പാതാരബിന്ദങ്ങൾ സമർപ്പിക്കാം. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.